ഈശോയിൽ സ്നേഹമുള്ളവരെ, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ട് കടന്നു പോവുകയാണ്. ഇന്നലെ നമ്മൾ വായിച്ചത്, എന്നാൽ 30-ാം തിരുവചനത്തിൽ വായിച്ചതാണ് അതിൻ്റെ അവസാന ഭാഗങ്ങൾ. എന്നാൽ അതിൽ വസിക്കുകയില്ല, നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും, എന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കുകയില്ല. തുടർച്ചയായിട്ട് പറയുന്നു, നിന്റെ കാളകളെ നിന്റെ മുൻപിൽ വെച്ച് കൊല്ലും, എന്നാൽ നീ അതിൻ്റെ മാംസം ഭക്ഷിക്കുകയില്ല. തീർച്ചയായിട്ടും ആ കാലഘട്ടങ്ങളിൽ കാളകൾ അല്ലെ പശുക്കൾ അതുപോലെ തന്നെയുള്ള മറ്റു മൃഗങ്ങളെയൊക്കെ വളർത്തി ആദായം നേടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവയെ കൊന്നു കഴിഞ്ഞാലും അത് മാംസത്തിന് വേണ്ടിയാണ് കൊല്ലുന്നതെങ്കിൽ പോലും അത് കഴിക്കാനുള്ള യോഗമില്ലാതെ, അല്ലെങ്കിൽ അത് കഴിക്കാനുള്ള അവസ്ഥയില്ലാതെ പോകുന്ന മനുഷ്യർ, നിന്റെ കഴുതയെ നിന്റെ മുൻപിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ട് പോകും, നിനക്കതിനെ തിരികെ കിട്ടുകയില്ല. നിന്റെ ആടുകളെ ശത്രുക്കൾ കൈവശമാക്കും, നിന്നെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല. അപ്പോൾ ഒരു നിഷ്ക്രിയ അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ മനുഷ്യൻ എത്തിച്ചേരുന്നതിനെക്കുറിച്ച് വചനം പറയുകയാണ്. അവൻ ആശ്രയിച്ച എല്ലാ ആശ്രയങ്ങളും മാറിപ്പോകുന്നു. അവൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം പോലും എന്നെ കൈവിട്ടോ എന്നുള്ളൊരു ചിന്ത കടന്നു വരാനായിട്ട് തുടങ്ങുന്നു. ഇങ്ങനെയൊരു ചിന്ത ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ എപ്പോഴെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മിലുള്ള പരിശുദ്ധി, ദൈവത്തിൻ്റെ നീതി നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ, നീ ഇതൊന്നും അറിയുന്നില്ലേ എന്നൊരു ചോദ്യം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്കിങ്ങനെ മനസ്സിലാക്കാം, ദൈവത്തെ കാണുന്നത് ഹൃദയത്തിന് ശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ്. മറ്റുള്ളതെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള കുറച്ച് സാങ്കല്പിക മേഖലകൾ മാത്രമാണ്. നമ്മൾ ചിന്തിക്കുക, ഇപ്പോഴും നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ളൊരു സാങ്കല്പിക മേഖലയിലാണോ? ഈ സാങ്കല്പിക മേഖലയിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യം നമ്മൾ ചെയ്യും, പക്ഷെ ഒരു കാര്യം അതിനകത്ത് കാണാൻ പറ്റും, ദൈവം ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യം ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യും, ക്ഷീണിതരാകും, തളർന്നു പോകും. എന്നാൽ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ശാശ്വതമായ നിലനിൽക്കുന്ന ഒരു ആനന്ദം, ദൈവീക സഹായം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വചനം മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം, നമ്മൾ അനുഗ്രഹിക്കപ്പെടാതെ കിടക്കുന്നതിൻ്റെ ഒരു കാരണം, ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വന്ന ചില വ്യത്യാസങ്ങൾ, മറ്റൊന്ന് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത്, ഇതൊക്കെ സംഭവിച്ചപ്പോൾ വളരെ വേദനാജനകമായ ഒരവസ്ഥയിലാണ്, നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണും മക്കൾ പോലും നഷ്ടപ്പെട്ടു പോകുന്നത്, അതുപോലെ തന്നെ അവർ വിൽക്കപ്പെടുന്നതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങൾ കാണുകയാണ്. എന്നാൽ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൽ അതിൻ്റെ 29:16 നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഇസ്രായേൽ ഇനിമേൽ ഈജിപ്തിനെ ആശ്രയിക്കുകയില്ല, എന്തെന്നാൽ സഹായത്തിന് അങ്ങോട്ട് തിരിയുമ്പോൾ തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും, ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ലോകത്തിലേക്ക് നോക്കിയ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യൻ ഇപ്പോഴും അവൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് കിടക്കുകയാണ്, അവൻ്റെ കഴിവിൽ ആശ്രയിച്ച് കിടക്കുകയാണ്. അവന് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി വിജയിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ്. എന്നാൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റും.
വാ കൊണ്ട് കർത്താവ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിജയം എന്ന് പറയുന്ന മേഖല ഒരു അഹങ്കാരമായിട്ട് മനുഷ്യർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും അറിയാതെയെങ്കിലും ഉള്ളിൽ കടന്നു വരുന്നൊരു ചിന്തയാണ്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു എന്നിട്ടും ദൈവം എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചില്ല. നമുക്കൊന്നേ കർത്താവിനോട് എന്നും പറയാനുള്ളൂ, കർത്താവേ കരുണയായിരിക്കണമേ. കാരണം ഒന്ന്, നമ്മൾ ചെയ്ത തിന്മകളുടെ മേഖലകളിൽ അതിനൊരു പൊറുതി നമുക്ക് കിട്ടണം. മറ്റൊന്ന്, നമ്മുടെ പൂർവികർ ചെയ്ത പാപത്തിൻ്റെ മേഖല, അതിനെക്കുറിച്ച് വിശദമായ ക്ലാസ്സുകൾ ഇനി സന്ദേശങ്ങൾ ഇനി വരുന്നുണ്ട്. ആ മേഖലകൾ നമുക്ക് ഒരു വലിയ മോചനം ലഭിക്കണം. കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 13:6 നമ്മൾ വായിക്കുന്നുണ്ട്, അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. ഇപ്പോൾ എഴുതി വച്ചിരിക്കുകയാണ്, നമുക്കൊരു ആത്മധൈര്യം തരികയാണ്. അതെന്താണ്? എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരവസ്ഥയിൽ എന്നെ സഹായിക്കത്തില്ലെന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് കാരണമുണ്ട്. അത് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും അനുസരിക്കാതെ പോയ ഒരു മേഖലയാണെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ആത്മധൈര്യത്തോടെ, ആ വാക്കിന് പ്രത്യേകതയുണ്ട്. കാരണം സാധാരണ ഒരു ധൈര്യമല്ലത്, സാധാരണ ഒരു ധൈര്യമല്ല, ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ധൈര്യമാണ്. പരിശുദ്ധാത്മാവ് തരുന്നൊരു ധൈര്യം, അല്ലെങ്കിൽ ഒരു വലിയ പരിശുദ്ധാത്മാവ് എന്ന സഹായകനാണ്. ആ ധൈര്യത്തോടെ പറയുകയാണ്, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ, നമ്മുടെ നിസ്സഹായ അവസ്ഥയെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തേ പറ്റുകയുള്ളൂ. നിസ്സഹായ അവസ്ഥ. അതുകൊണ്ട് കർത്താവ് എങ്ങനെയും എന്നെ രക്ഷിക്കുകയോ എങ്ങനെയും എന്നെ അനുഗ്രഹിക്കുകയോ ചെയ്യുകയല്ല, വ്യക്തമായ രീതിയിൽ തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു സ്വരം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ എല്ലാ മേഖലകളിലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ചില വ്യക്തികൾ നിലവിളിച്ചിട്ട് കർത്താവ് കേൾക്കാത്തതിൻ്റെ ഒരു കാരണം അവരുടെ ജീവിതത്തിൽ അവരിപ്പോഴും മറുതലിക്കുന്നത് കൊണ്ടാണ്. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 18:41, സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു, രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല, കർത്താവിനോട് അവർ നിലവിളിച്ചു, അവിടുന്ന് ഉത്തരമരുളിയില്ല. അപ്പം ഇവിടെ നമ്മൾ കാണുകയാണ്, സങ്കീർത്തകൻ പറയുകയാണ്, സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു, പക്ഷെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല, കർത്താവിനോട് അവർ നിലവിളിച്ചു, അവിടുന്ന് ഉത്തരമരുളിയില്ല. ഇതേ സങ്കീർത്തകൻ തന്നെ അതിന് മുമ്പൊരു കാര്യം പറയുന്നുണ്ട്. സങ്കീർത്തനം 34:17, നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ, അവിടുത്തെ വാക്കഥ, നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരുടെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ശരിയായ നീതിയിലൂടെ പോയേ പറ്റുകയുള്ളൂ. നമുക്കറിയാവുന്ന ഒരു നീതിയല്ല, നമുക്കിഷ്ടമുള്ളൊരു നീതിയല്ല, ദൈവത്തിൻ്റെ നീതിയാണ് നമുക്ക് വേണ്ടത്. ഈ നീതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ദൈവം നോക്കുമ്പോൾ നമ്മൾ നീതിമാനാണ്. ആ നീതിമാനെ തഴയാൻ ഒരിക്കലും കർത്താവിന് പറ്റില്ല. അതാ പറഞ്ഞത്, നീതിമാൻ, അവന് സഹായം വേണം പലപ്പോഴും. കാരണം അവൻ നീതിയില്ലാത്തവരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നീതിമാന്മാർ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അത് കേൾക്കും കർത്താവ്, അവരുടെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഓരോ ദിവസം കഴിയും തോറും തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശുദ്ധി കുറയുമ്പോഴെല്ലാം എന്തു പറ്റുന്നുണ്ട്? അത് ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധി വേണ്ടത് ഒരു ക്രിസ്ത്യാനിക്കാണ്, കത്തോലിക്കനാണ്. അവരുടെ വിശുദ്ധി കുറവാണ് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവൻ വിശുദ്ധിയിലല്ല എങ്കിൽ അവനുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദേശവും അശുദ്ധ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് കർത്താവ് നമുക്ക് ഒരു മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ട് വർദ്ധിച്ചു വരുന്ന, ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന തിന്മകളുടെ ഇടയിൽ നമുക്ക് ചിലതൊക്കെ ചെയ്യുവാനുണ്ട്. അത് നമ്മുടെ
വിശുദ്ധീകരണമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഒരുങ്ങണം. അങ്ങനെ നമ്മുടെ തലമുറകളൊന്ന് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിയമാവർത്തന പുസ്തകത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 30-31 തിരുവചനങ്ങൾ നമ്മൾ വായിച്ചു. 32-ാമത്തെ തിരുവചനം, എല്ലാ വചനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും 32-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുടെ നമ്മൾ കടന്നു വരികയാണ്. 32-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു: നിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും. തടയാൻ നിന്റെ കരങ്ങൾ അശക്തമായിരിക്കും. ദിവസേന അവരെ കാത്തിരുന്ന് നിന്റെ കണ്ണുകൾ തളരും. ഇവിടെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്, നിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജനിക്കുന്ന മക്കൾ മറ്റുള്ള ജനതകളുടെ അടിമകളായിത്തീരുന്നു, അല്ലെങ്കിൽ അവർ വിൽക്കപ്പെടുന്നു. നമുക്കറിയാം, വിൽക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾ വിൽക്കപ്പെടുമെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പം നാം എന്തോ വാങ്ങുന്നു തിരിച്ച്. എന്ന് വെച്ചാൽ മക്കൾ ഇന്ന് പലപ്പോഴും പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പുത്രന്മാരും പുത്രിമാരും പ്രയോജനപ്പെടാത്ത ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന കാലഘട്ടങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ കാണുമ്പോഴെല്ലാം കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കുഞ്ഞുങ്ങളെ നൽകിയിരിക്കുന്നതിന് കർത്താവിനൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ തന്നെ ഈ മേഖലയെക്കുറിച്ചൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളതായിരുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും ഈ ഒരു മേഖലയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മളിവിടെ കാണുന്ന ഇതാണ്: ചില മക്കൾ ചിലർക്ക് ജനിച്ചാലും പ്രയോജനമില്ലാതെ ആകുന്നു എന്നുള്ള ഒരു മേഖലയുണ്ട്. ഒന്ന്, അത് രോഗമുള്ള ഒരവസ്ഥയിലേക്ക് ചില മക്കൾ കടന്നു പോകുന്നു. മാതാപിതാക്കളുടെ കാലശേഷം അവർക്ക് കാര്യങ്ങളൊന്നും നടത്താൻ മാതാപിതാക്കൾക്ക് പ്രയോജനപ്പെടാത്ത ഒരു ജീവൻ നയിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയുന്ന വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ മക്കൾക്കൊക്കെ വിദ്യാഭ്യാസം നല്ലതാണ്, കൊടുക്കുന്ന നല്ലതാണ്. പക്ഷേ ആ പഠിത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ ഇൻ്റർവ്യൂ നടത്തി മറ്റു കാര്യങ്ങളൊക്കെ നടത്തി പല സ്ഥലങ്ങളിലേക്കും ജോലിക്കായിട്ട് അവരെ കൊണ്ടുപോകുന്നൊരു അവസ്ഥയുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ജോലിക്കായി പോകുന്നു. അവർ അവിടെ തന്നെ നിന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഭാവി കാര്യങ്ങളൊക്കെ അവർ അവിടെ തന്നെ എല്ലാം ചെയ്യുന്നു, അവിടെ തന്നെ സെറ്റിലാകുന്നു. ഇവിടെ അടുത്ത വാക്കായിട്ട് ഇങ്ങനെ പറയുന്നത്: ദിവസേന അവരെ കാത്തിരുന്ന് നിന്റെ കണ്ണുകൾ തളരും. വെറുതെ പറഞ്ഞാൽ ദൂരെ ആയിരിക്കുന്ന മക്കളെ ഓർത്തുള്ള മാതാപിതാക്കളുടെ ആകുലതകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനെക്കുറിച്ച് വീണ്ടും വചനം പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് കടന്നു വരാം. അതിന് മുമ്പായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ്, തെറ്റായ ബന്ധങ്ങളിലൊക്കെ അകപ്പെട്ടു പോകുന്ന മക്കൾ നിരവധി പേരിന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇവയെല്ലാം നമ്മളിന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലല്ലെങ്കിലും മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ മനുഷ്യൻ വിൽക്കപ്പെടുന്നതായിട്ടും കുഞ്ഞുങ്ങൾ വിൽക്കപ്പെടുന്നതായിട്ടും ഒക്കെ നമ്മൾക്കറിയാം. അപ്പോൾ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ കിടക്കുന്ന വ്യക്തികളുടെയൊക്കെ മക്കൾ പലപ്പോഴും വഴിതെറ്റലിൻ്റെ മേഖലകളിലും അതുപോലെ തന്നെ അവർ അനുസരണമില്ലാത്തതിൻ്റെ മേഖലകളിലും എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കുക. അതുകൊണ്ട് അവിടെ പറഞ്ഞത്, തടയാൻ നിന്റെ കരങ്ങൾ അശക്തങ്ങളായിരിക്കും. തടയാൻ പറ്റത്തില്ല. തടഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പലയിടത്തും നമുക്ക് കാണാൻ പറ്റും കഞ്ചാവിനും മയക്കുമരുന്നിനും അതുപോലെ മൊബൈൽ ഫോണിനൊക്കെ അഡിക്റ്റ് ആയിരിക്കുന്ന ചില മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ ദേഷ്യമാണ്, ആ പിള്ളേർക്ക് കോപമാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലേക്ക് ഭയങ്കരമായ പ്രതികാരം കടന്നു വരികയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ വന്ന ചില വാർത്തകളിൽ സ്വന്തം സഹോദരൻ സഹോദരിയെ വിഷം കൊടുത്തു വന്നതായിട്ടൊക്കെ നമ്മൾ വായിച്ചു. ഞാൻ അതിലേക്കൊന്നും അധികം പോകുന്നില്ല. അതൊക്കെ പത്രങ്ങളിൽ വന്ന വാർത്തകളാണ്, അതുകൊണ്ട് നിങ്ങൾക്കറിയാം. പക്ഷെ അവിടെ കാണാൻ പറ്റിയൊരു കാര്യം, അപ്പൻ ആ മകന് വില കൂടിയ മൊബൈലൊക്കെ മേടിച്ചു കൊടുത്തു. പുറത്ത് പറഞ്ഞ മാതാപിതാക്കൾ
പലതും മക്കൾക്ക് വേണ്ടി ചെയ്യുന്നില്ല എങ്കിൽ അവരിന്ന് ഭീഷണിയുടെ അവസ്ഥയിലാണ്. ഈ ഒരു അവസ്ഥ ലോകത്ത് നിലനിൽക്കുകയാണ്. അവർ പറയുന്നത്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ മക്കളെന്താ ഇങ്ങനെയായിപ്പോയത്? ഇതിനൊറ്റ മാർഗമേ നമുക്കുള്ളൂ. അത് ദൈവസന്നിധിയിൽ മുട്ടുമേ നിന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്നല്ല, നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ വന്നുപോയ പാപമേഖലകളെ ഓർത്ത് അനുതപിച്ച് പ്രാർത്ഥിക്കണം. അല്ലാതെ ഇപ്പോഴും അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റേജിലുള്ള കാര്യങ്ങൾ ഓർത്ത് അനുതപിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ജനനത്തോടു കൂടി തന്നെ അവന് ഉത്ഭവഭാവം ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ മേഖലയാണ് പിന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ അവൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞ് ചെയ്തു പോയ പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും അവൻ്റെ രക്തത്തിലേക്ക്, അവൻ്റെ മാംസത്തിലേക്ക്, ചിന്തകളിലേക്ക്, വിചാരങ്ങളിലേക്ക്, എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുക. അപ്പോൾ എന്തു പറ്റും? ഇത് അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുകയാണ്. അപ്പോൾ അത് കല്യാണം കഴിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴല്ല വ്യാപിക്കുക. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണെങ്കിലും അതിനു മുമ്പേ തന്നെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ദൈവം ഒരു പുരുഷനും സ്ത്രീക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ തന്നെ ഉള്ളൊരു വിശുദ്ധീകരണത്തിലൂടെ കടന്നു വരണം. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ ഒരു മേഖല വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചു കൊള്ളുക. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഈ വിശുദ്ധീകരണ മേഖലയൊന്ന് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വഴിയായിട്ടുള്ള കൃപ ഇവരുടെ മേലേക്ക് കടന്നു വരും. ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു പിടുത്തവും കിട്ടാത്ത, ഒരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശരിയായ ഒരു വിശുദ്ധീകരണം മാതാപിതാക്കളുടെ എന്ന് വെച്ചാൽ അവർക്ക് ജന്മം കൊടുത്ത വ്യക്തികളുടെ ഭാഗത്ത് ഉണ്ടായാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും കാണാൻ പറ്റും, നമ്മുടെയൊക്കെ നാടുകളിൽ സംഭവിക്കുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വളരെയേറെ പ്രാർത്ഥിക്കുന്നു എന്ന് വളരെയേറെ പ്രാർത്ഥിക്കാൻ അവകാശപ്പെടുന്ന അപ്പനും അമ്മയും ദൈവാലയവുമായിട്ട് വളരെ അടുപ്പമാണ്, അവർക്ക് പരിചയമില്ലാത്ത ആരും കാണത്തില്ല, അവർ ഒരുപാട് ധ്യാനം കൂടുന്നവരായിരിക്കാം. പക്ഷെ മക്കൾ ലോകത്തിലെ ഏറ്റവും വഴിതെറ്റിയ അവസ്ഥയിലാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൂടെ കടന്നു വന്ന പാപാവസ്ഥ അവർ അനുദപിച്ചു. പക്ഷെ ആ മുൻകാലങ്ങളിൽ ഇത് വരാൻ കാരണമായ മേഖലകളെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിച്ചാലേ ഈ കൃപ അവരിലേക്ക് കടന്നു വരികയുള്ളൂ. വെറുതെ പറഞ്ഞ് ഇതെല്ലാം, ഈ മേഖലകളെല്ലാം വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകളാണ്. അപ്പോൾ അത് ശരിയാകണം. നമ്മൾ തലമുറയെക്കുറിച്ചുകൂടെ ചിന്തിച്ച് വരുമ്പോൾ കുറച്ചുകൂടെ അത് ക്ലിയർ ആക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഓരോ വ്യക്തിയും ചിന്തിക്കുക, മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് വിഷമിക്കുകയല്ല വേണ്ടത്, ദുഃഖിക്കുകയല്ല വേണ്ടത്. നമുക്കതിന് കർത്താവ് തരുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പരിഹാരങ്ങൾ കടന്നു പോകാൻ പറ്റും. അങ്ങനെ കടന്നുപോയി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും വിശുദ്ധി. അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ വലിയ പിഴ എന്നൊക്കെ പറയുന്നത്. എൻ്റെ പാപത്തെ ഓർത്താണ് എപ്പോഴും, സ്വന്തം പാപത്തെ ഓർത്ത്. അപ്പം എന്നെ കേൾക്കുന്നവർ നിങ്ങളുടെ സ്വന്തം അവസ്ഥയോർത്ത്, വിശുദ്ധീകരണത്തിൻ്റെ മേഖലയെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കണം. അല്ലാതെ വളർന്നു കഴിഞ്ഞിട്ട് നന്നാക്കാമെന്ന് വിചാരിച്ച് നടക്കത്തില്ല, വലുതായി കഴിഞ്ഞിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. നമുക്കറിയാം, മാവിൻ്റെ പൂ പിടിക്കുമ്പോൾ തന്നെയാണ് അതിനകത്ത് പുഴു വരുന്നത്. അതിന് മുമ്പായിട്ടാണ് തുടങ്ങിയ. അല്ലാതെ മാങ്ങയിലാണ് പുഴു കാണുന്നതെങ്കിലും അതിൻ്റെ പൂവിൽ തന്നെ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് മാവിനകത്ത് പുഴു വരുന്നത്. അത് പഴുത്ത് കഴിഞ്ഞാൽ ചിലപ്പം പുഴുവിനെ കാണാൻ പറ്റുകയുള്ളൂ. പച്ചയായിരിക്കുമ്പോഴും പുഴു പുറത്തു വരത്തില്ല, അതിനകത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്രയും മാസങ്ങൾ ഒളിഞ്ഞിരുന്നു. ഇതുപോലെ ഒളിഞ്ഞിരിക്കുക പലതും. ഈ ഒളിഞ്ഞിരിക്കുന്ന എല്ലാം, മറിഞ്ഞിരിക്കുന്ന ഒന്നും വെളിച്ചത്ത് വരാതിരിക്കത്തില്ല. വെളിച്ചത്ത് വന്ന് വെളിച്ചത്തെടുത്ത് അതിനെ നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ട് അതിനെ കർത്താവിൻ്റെ കൃപയാൽ അതിനെ വിശുദ്ധീകരിക്കപ്പെടണം. ഉപദേശം കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ വിശുദ്ധീകരിക്കണം എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ടോക്കുകൾ മദർ മേരി വിഷൻസിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ടോക്കുകൾ നിരവധി പേര് കേട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് മുതൽ അത് ആരംഭിച്ചു. രണ്ടാം വരവ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. നിരവധി പേര് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം, കാത്തിരിക്കണം. ഒരു വിശുദ്ധ ജനത ലോകത്തിൽ ഉണ്ടാകണം. അത് ആ ജനതയാണ് കർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ വരിക. അതിനെക്കുറിച്ചുള്ള ഓരോ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ ഇതിൻ്റെ നിത്യരക്ഷയുടെ നമ്പരും പിന്നെ വചനമൊക്കെ ഇടുന്നതിൻ്റെ ഭാഗത്തായിട്ട് തന്നെ അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ആ ലിങ്കിലൊന്ന്, ചില മൊബൈലിൽ അത് നീല കളറിലായിരിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കും. സാധിക്കുന്ന എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുക. കാരണം
ലോകം ഒരുങ്ങട്ടെ, മനുഷ്യർ ഒരുങ്ങട്ടെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി എല്ലാവരും ഒന്ന് ഒരുങ്ങട്ടെ. അത് ആവശ്യമാണ് ഈ കാലഘട്ടങ്ങൾ. അതുകൊണ്ട് കൂടുതൽ ബോധ്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. കർത്താവ് നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ നിറയട്ടെ. ആമേൻ. യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള തിരുവചനങ്ങളുടെ ഭാഗങ്ങളിലൂടെ കടന്നു വരുമ്പോഴുള്ള കാര്യങ്ങളാണ്. 32-ാം തിരുവചനമാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും. ദിവസേന അവരെ കാത്തിരുന്ന് നിന്റെ കണ്ണുകൾ തളരും. നമുക്കറിയാം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ദാനമാണ് മക്കൾ എന്ന് പറയുന്നത്. പലപ്പോഴും മക്കളെ ഓർത്തുള്ളൊരു വിഷമം പലർക്കും വരുന്നത് പല രീതിയിലാണ്. കുഞ്ഞുനാളുകളിൽ മക്കളെക്കുറിച്ചുള്ളൊരു വിഷമം പലർക്കും വരുന്നത് അവർ രോഗികളായി മാറുമ്പോഴാണ്. കുഞ്ഞുനാളുകളിലെ രോഗങ്ങൾ, ചില കുട്ടികളുടെ മരണങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്ന ചില മറ്റ് വൈകല്യങ്ങൾ, ജനനത്തോടു കൂടെയുള്ള മറ്റ് ചില പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ചിലപ്പോഴെങ്കിലും ചിലരുടെ ചോദ്യമാണ്, ദൈവം ദാനമായിട്ട് ഒരു കുഞ്ഞിനെ നൽകിയിട്ട് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊരു ചോദ്യം കിടപ്പുണ്ട്. അപ്പോൾ അവന് തിരിച്ചൊരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് കർത്താവ് നമ്മോട് നേരിട്ട് ചോദിക്കുന്നില്ലെങ്കിലും നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവന്ന് ചിന്തിക്കാം. ദൈവം പറഞ്ഞ രീതിയിലാണോ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ച രീതിയിലാണോ ഞാൻ എൻ്റെ കുഞ്ഞിനെ ജനിപ്പിച്ചത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം വിവാഹം കഴിയുമ്പോൾ പിന്നെ അടുത്ത പടി എന്ന വണ്ണം ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിനു വേണ്ടി ഒരപ്പനായ ഞാൻ, അമ്മയായ ഞാൻ എത്രമാത്രം വിശുദ്ധമായ ഒരു ഒരുക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനതിനെക്കുറിച്ച് ചെറിയ ചില സൂചനകൾ മുൻ ക്ലാസ്സുകളിൽ നൽകിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞൊരു വാക്കൊന്നുകൂടെ ആവർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം, ഒരമ്മയുടെ ഉദരത്തിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞിൻ്റെ ഓരോ അവയവങ്ങളും ഓരോ ദിവസവും, ഏതാണ്ട് 9 മാസവും 9 ദിവസവും അവിടെ കൃത്യമായ രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു അത്ഭുത മേഖലയുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മനുഷ്യൻ ഇന്ന് വൈദ്യശാസ്ത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ ഡെവലപ്പായി നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ എല്ലാ മേഖലയ്ക്കും ഒരു പരിമിതിയുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ ചിലപ്പോഴെങ്കിലും രോഗികളോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, പരമാവധി നമ്മൾ ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ തന്നെ രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കണം. അതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, കർത്താവ് ഉണ്ടാക്കിയ ഒരവയവം, ആ ഉണ്ടാക്കിയ ഒരവയവത്തെ കർത്താവിന് ആ അവയവം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ അവയവത്തെ തീർച്ചയായിട്ടും അതിലൊരു കേട് വന്നാൽ മാറ്റാനും കർത്താവിനേക്കാൾ വലുതായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോഴൊക്കെ നമുക്ക് കുറേ ന്യായവാദങ്ങളുണ്ട്. കാരണം നമ്മൾ എന്നും ബൈബിളിന് ഈ മറുതലിക്കുന്ന ഒരു സ്വഭാവമുള്ള മനുഷ്യരുണ്ട്. അവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും വൈദ്യനെ സൃഷ്ടിച്ച കർത്താവാണ്, അങ്ങനെയാണെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അത് മൊത്തം വായിക്കണം, അതിൻ്റെ അല്പം സ്വല്പം വായിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ മുൻകാല മേഖലകളിലോ കാണാൻ പറ്റും, ശാസ്ത്രങ്ങളൊന്നും ഡെവലപ്പാകാതിരുന്ന സമയങ്ങളിൽ മനുഷ്യൻ തൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെ അവന് കിട്ടിയ വലിയൊരു സൗഖ്യമുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഒരുപാട് മനുഷ്യൻ സ്വാർത്ഥനായി മാറിയപ്പോഴത്തേക്ക് പലപ്പോഴും ചികിത്സാ അവസ്ഥ ഒരു കച്ചവടം പോലെയൊക്കെ ആയിട്ടുണ്ട്. പറഞ്ഞു വന്നത്, പലപ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ നമ്മൾ അറിയേണ്ട, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചുള്ള അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരെ കുറിച്ചുള്ളൊരു വലിയൊരു അറിവ് നമുക്ക് കിട്ടേണ്ടത്, കർത്താവ് നമ്മളെ മെനഞ്ഞതാണ്, കർത്താവ് നമ്മളെ ഒരുക്കിയതാണ്. അപ്പോൾ ഈ കർത്താവ് ഒരുക്കി കൊണ്ടുവരികയാണ്. അപ്പം അതുപോലെ ഈ 9 മാസവും 9 ദിവസവും അതിനേക്കാളൊക്കെ മുമ്പേ തന്നെ ഒരു ഒരുക്കം മനുഷ്യ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ആവശ്യമാണ്.
അപ്പൊ ഇന്ന് മക്കളെ ഓർത്ത് അല്ലെങ്കിൽ മക്കളുടെ നഷ്ടത്തെ ഓർത്ത് കരയുന്നവര്, ദുഃഖിക്കുന്നവരൊക്കെ മനസ്സിലാക്കുക, ഇതിന്റെ വിത്ത് വീണ് കിടക്കുന്നത് ഒരിക്കലും വിവാഹം കഴിഞ്ഞിട്ടല്ല. വിവാഹം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ അത് കാണുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, മാങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, അതിന്റെ പൂവിലാണ് കേട് കിടക്കുന്നത്. പൂമ്പൊടി ആകുമ്പോൾ തന്നെ അതിനകത്ത് കേട് വരുന്നു. ഇതുപോലെ ഒരു പരിശുദ്ധിയില്ലാത്ത, വിശുദ്ധിയില്ലാത്ത ഒരു മകൻ, വിശുദ്ധിയില്ലാത്തൊരു മകൾ, അവരൊന്ന് ചേരുമ്പോൾ വിശുദ്ധിയില്ലാത്തൊരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയാണ്. ജനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നന്നാക്കാൻ പോയാൽ ഒരു കൊച്ചു ഒരിക്കലും നന്നാവില്ല. അതിന്റെ കാരണം ശരിയാകത്തില്ലെന്ന് ഞാൻ തീർത്തു പറയുകയല്ല. കാരണം ശരിയാകാനുള്ള പിന്നെയുള്ള മാർഗം കർത്താവുമായിട്ടുള്ള വളരെ ഗാഢമായൊരു ബന്ധമാണ്. കാരണം നമുക്കറിയാം, ഒരു അച്ഛന് കേടുണ്ടെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു കട്ട ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു കളിമൺ പാത്രം ഉണ്ടാക്കുന്നു. അതിൻ്റെ അച്ഛന് കേടുണ്ടെങ്കിൽ ആ കേട് ആ പാത്രത്തിൽ പ്രതിഫലിക്കും. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, ഇന്ന് ലോകത്ത് ഇങ്ങനെയുള്ള കേടുകൾ പലതും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടും ഞാൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിന്റെ 3, അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കളുണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപഥ്യനായി മരിക്കുന്നതാണ്. ഒരിക്കലും അമ്മച്ചി പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ ഓർക്കുക. അവർ വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടൊരു കുഞ്ഞിനെ കിട്ടി, വർഷങ്ങളോളം പ്രാർത്ഥിച്ചു. പക്ഷെ തിരിച്ച് കർത്താവിനോട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു കുഞ്ഞിനെ തരണമായിരുന്നോ എന്നാണ്. കുഞ്ഞിനെ തന്നില്ലെങ്കിൽ കർത്താവിൻ്റെ കുഴപ്പം, തരുമ്പോൾ അത് നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടുന്നില്ലെങ്കിലും കർത്താവിൻ്റെ കുഴപ്പം, എല്ലാം കർത്താവിൻ്റെ കുഴപ്പമാണ്. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞിലെ തന്നെ രോഗിയാകുന്നത്. നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പ്രശ്നം വന്നു കഴിയുമ്പോൾ പ്രാർത്ഥനാലയത്തിൽ വിളിച്ചു പറയുക, പ്രാർത്ഥനാ ഗ്രൂപ്പ് വിളിച്ചു പറയുക, പ്രാർത്ഥിക്കാൻ വിളിച്ചു പറയുക. കൊച്ചിൻ്റെ അസുഖമൊക്കെ മാറും കർത്താവ് കരുണ കാണിച്ച്. വീണ്ടും പഴയപടിയാണ് ജീവിക്കുന്ന അപ്പനും അമ്മയും. അപ്പൊ ഈ വിശുദ്ധീകരണം നടക്കാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും പിശാചിന് നമ്മയും നമ്മുടെ തലമുറയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു വലിയ അവസരം ഉണ്ട്. അവന്റെ കയ്യിൽ വടി കൊടുത്തു വെച്ചിരിക്കുക, വടി കൊടുത്തു വെച്ചിരിക്കുക. അടികൊണ്ട് കുറച്ച് ക്ഷീണിച്ച് കഴിയുമ്പം വീണ്ടും പിശാച് ചിലപ്പോൾ തലയിൽ നിർത്തും. അപ്പൊ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ലെന്ന്, വീണ്ടും പഴയണക്ക് ജീവിക്കും, വീണ്ടും അടി തുടങ്ങുവാൻ, നാശം വിതറുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തുകൊണ്ട് കുട്ടികൾക്ക് രോഗമുണ്ടാകുന്നുണ്ട്, അപകടപ്പെടുന്നുണ്ട്, മരണങ്ങൾ, അതൊക്കെ നമ്മൾ ബൈബിളിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്, കണ്ടെത്തും നമ്മൾ. കാരണം ബൈബിളിൽ ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിനെ പരീക്ഷിക്കാതെയും ചോദ്യം ചെയ്യാതെയും പോകുവാനുള്ള ഒരു വലിയ എളിമ നമ്മുടെ ഭാഗത്തുണ്ടാകണം. അപ്പൊ അതാണ് നമുക്കിന്ന് വേണ്ടത്. അതവിടെ എഴുതി വച്ചിരിക്കുന്നത്, അവരുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. നിരവധി ഉണ്ടായേക്കാം, കുട്ടികളുണ്ടാകുന്നു, നിരവധി പ്രതീക്ഷകളും പ്രത്യാശകളും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ കുറിച്ച്. സത്യം പറഞ്ഞ ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വെച്ചും കൊണ്ടൊരു മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലും. സാമൂഹ്യമാണെങ്കിലും കലാപരമാണെങ്കിലും ആത്മീയ മേഖലയിലും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അവരെ കഴിവുകൾ തെളിയിക്കേണ്ടത് ആവശ്യമാണ്, അവരെ സുവിശേഷാനുസൃതമായ ജീവനയത്തെ കൊണ്ടുവരേണ്ട ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ലൗകികതയിലൂടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ലൗകികത അടിച്ചു കയറ്റി അവരിലൂടെ മാതാപിതാക്കളെ പ്രശസ്തരാകാൻ ശ്രമിക്കുന്ന ഒരു മേഖല കൂടിയുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ പിന്നെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വചനം പറഞ്ഞതുപോലെ നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടുന്നു. ദിവസേന അവരെ കാത്തിരുന്നതിൻ്റെ കണ്ണുകൾ തളരുന്നു. കാരണം ഇപ്പോൾ നിയന്ത്രണ അവസ്ഥയിലല്ല.
നമുക്ക് അതെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ദിവസങ്ങളിൽ ചിന്തിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ഒഴുകപ്പെടട്ടെ. ആ മേഖല എന്തൊക്കെയാണെന്നൊന്ന് കണ്ടെത്തുവാനും കണ്ടെത്തി ആ ഭാഗത്തു നിന്ന് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഭാഗത്ത് വന്ന വീഴ്ചകളെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധി മാപ്പ് ചോദിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേലെല്ലാം സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനബദ്ധ്യനായി മരിക്കുന്നതാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മക്കളുടെ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. അതിൻ്റെ ഒരു മേഖല നമ്മൾ വീണ്ടും അടുത്ത ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പ്രിയമുള്ളവരെ, മക്കളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളുടെ അവരിലേക്ക് കടന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ഒരു വചനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വചനം നമ്മൾ വായിക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഒരു ഭാഗമാണ്. നിന്റെ കൺമുമ്പിൽ വെച്ചു തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും, ദിവസേന അവരെ കാത്തിരുന്ന് നിന്റെ കണ്ണുകൾ തളരും. സത്യത്തിൽ ഈ മക്കളുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കൾ വളരെയേറെ ബാധിക്കാറുണ്ട്. മക്കളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ മാതാപിതാക്കൾ എപ്പോഴും കണ്ണുനീരിലും വേദനയിലുമായിരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ മക്കളുടെ ഒരു പ്രശ്നത്തിൻ്റെ കാരണം എന്താണ്. അതുകൊണ്ട് തന്നെ വചനം നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരിടത്ത് പറഞ്ഞാൽ മക്കളിലേക്ക് ആ പ്രശ്നം വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം മാതാപിതാക്കളാണ്. യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 14:20 നമ്മളിങ്ങനെ വായിക്കുന്നു, തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ, പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം മക്കളും വധിക്കപ്പെടട്ടെ. അപ്പം നമ്മൾ വിചാരിക്കും, തിന്മ ചെയ്തത് ഞാനാണല്ലോ, പിന്നെ എന്തിനീ മക്കളെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നത്. നമുക്കറിയാം, മാതാപിതാക്കളും മക്കളും തമ്മിൽ രക്തബന്ധം കിടക്കുന്നത് കൊണ്ടും ചില അവകാശ ബന്ധങ്ങൾ കിടക്കുന്നത് കൊണ്ടും തിന്മയുടെ പരിണിത ഫലവും അവരിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 20:5 അതൊരു വലിയ വിഷയമായിട്ട് നമ്മൾ പിന്നെ പാട്ടുമായിട്ട് ചിന്തിക്കേണ്ടതാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3, 4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. അപ്പോൾ ചിലർ ഇതിനൊരു അനുബന്ധമായിട്ട് പറയുന്നത്, നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കും, അനുബന്ധമായിട്ട് പറയുന്നത് 1000 തലമുറ വരെ അനുഗ്രഹം ഉണ്ടല്ലോ, പിന്നെ 3-4 തലമുറ ശിക്ഷയെന്ന് പറഞ്ഞ് ചെറുതാണ്. ഒരിക്കലും അത് കണക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. എൻ്റെ കണക്ക് കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 3-ാമത്തെ തലമുറയിലോ 4-ാമത്തെ തലമുറയാകുമ്പോൾ തന്നെ പിന്നെ മക്കളില്ലാതിരിക്കുന്ന ഒരവസ്ഥ തന്നെ വരുന്നു എന്ന് വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം ഈ തലമുറ അവിടെ വെച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ശിക്ഷയിൽ നിൽക്കും. എന്നാൽ അനുഗ്രഹം 1000 തലമുറ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലമുറ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുഗ്രഹം അതുകൊണ്ടാണ്. പുറത്ത് പറഞ്ഞാൽ ഈ ശിക്ഷ 3-ാമത്തെ 4-ാമത്തെ തലമുറ കൊണ്ട് നിൽക്കും. എങ്ങനെ നിൽക്കും? ആ തലമുറയിൽ പിന്നെ മക്കളില്ലാതെയാകുന്നു, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ കാരണം എന്താണ്? പലപ്പോഴും ഈ പിതാക്കന്മാരുടെ കുറ്റങ്ങൾ അവരിലേക്ക് കടന്നു വന്നതിൻ്റെ ചില പരിണിത ഫലങ്ങളായിട്ടത് കാണാൻ പറ്റും. ഇതെല്ലാം ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ എന്താണ് പറയുന്നത്, നമുക്കൊരാശയമോ തത്വമോ കൊണ്ട് അതിനെ ഖണ്ഡിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. വീണ്ടും ഇവിടെ പിതാക്കന്മാരുടെ കുറ്റം മക്കളെ ബാധിക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് അടുത്ത ഒരു വചനം കൂടി നമ്മളിവിടെ കാണുകയാണ്. ആ വാക്ക് വായിച്ചപ്പോഴെല്ലാം എനിക്ക് തോന്നുന്നത്, ഇപ്പോഴത്തെ ഈ മദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന്, അതുപോലെയുള്ള ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പലരുടെ, എല്ലാ ചെറുപ്പക്കാരും കുഴപ്പമില്ല, പക്ഷെ ചില ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു വിശുദ്ധ ജീവിതമല്ല നയിക്കുന്നത്. എത്ര പറഞ്ഞാലും വീട്ടിൽ താമസിച്ചു വരുന്നു, വൈകിയൊക്കെ എത്തിച്ചേരുന്നു, രാത്രി 11-12 മണിക്ക് എത്തിച്ചേരുന്നു. അതുപോലെ തന്നെയുള്ള മറ്റ് പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇന്നിവിടെ നമുക്ക് കാണാൻ പറ്റും, ലോകത്തിൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങൾ ആ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പിടികിട്ടും.
പ്രഭാഷകന്റെ പുസ്തകം 41:5-7 വരെയുള്ള തിരുവചനങ്ങൾ. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. എന്ന് വെച്ചാൽ അപ്പൻ പാപത്തിലാണെങ്കിൽ, അമ്മ പാപത്തിലാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾ മ്ലേച്ഛതയുള്ള സന്തതികളാണെന്നാണ് പറയുക. ചിലപ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. പലപ്പോഴും പത്രവാർത്തയിലും മറ്റു കാര്യങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, അമ്മയ്ക്ക് മകൻ്റെ ശല്യം കാരണം വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, മക്കൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ട് ആരോട് എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നറിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അമ്മയെയും സഹോദരങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കഴിഞ്ഞുപോയ നാളുകളിലൊക്കെ ഒരുപാട് കൊലപാതകങ്ങൾ, എപ്പോഴും വഴക്ക്, അടി, ബഹളം, പ്രശ്നങ്ങൾ. ഇവർ പറയുന്നത് എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, പലരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ചോദിച്ചാൽ പറയും, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളങ്ങനെ പാപമൊന്നും ചെയ്തിട്ടില്ല, അങ്ങനൊന്നും ചെയ്തവരല്ല ഞങ്ങളെന്നൊക്കെ പറയും. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു ചെറിയ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ അവന് ഗൗരവപ്പെടാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ന്യായവാദങ്ങൾ പറയുന്നത്. അപ്പോൾ ഗൗരവപ്പെട്ട് കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ ന്യായവാദങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഞാൻ ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, മാതാപിതാക്കളുടെ പാപം ഏതാണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ മക്കൾ ചെയ്യുന്ന പാപം നിങ്ങൾ കണ്ടെത്താറുണ്ടല്ലോ. അപ്പോൾ ആ മക്കൾ ചെയ്യുന്ന പാപം പരിശോധിച്ചാൽ മതി. ആ മക്കൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഏതാണ്ട് ഒരു 7, 10, 15 ഇരട്ടി നിങ്ങളെപ്പോഴോ രഹസ്യാത്മകത ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിന്തകളിൽ പോലും വന്നിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മാതാപിതാക്കൾ പറയുകയാണ്, മോനെ നീ മൊബൈൽ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ടി വി ഇരുന്ന് അധികം കാണരുത്, കമ്പ്യൂട്ടർ അധികം ചിലവഴിക്കരുത്. എത്ര പിള്ളേരെ അനുസരിക്കുന്നത്? എനിക്കറിയാം 5 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ പോലും ഇന്ന് അഡിക്റ്റാണ് ഇതിനൊക്കെ. അവരടുത്ത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാപിതാക്കൾ പറയുന്നത് കൈവിട്ടുപോയി, എൻ്റെ മക്കൾ എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി. എന്തുകൊണ്ടാണ് കൈവിട്ടു പോയത്? ചിലപ്പോൾ അതുപോലെ ഒരു പാപം നമ്മൾ മുമ്പ് ചെയ്ത് കാണണമെന്നില്ല, പക്ഷേ അതിനനുബന്ധമായ മറ്റ് ചില അശുദ്ധ പ്രവൃത്തികളോ അതിനുള്ള അനുകൂല സാഹചര്യങ്ങളോ. ചില കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മക്കൾ മിണ്ടാതിരിക്കാൻ വേണ്ടി കാർട്ടൂൺ ചാനലുകളും മറ്റുമൊക്കെ ഇട്ട് പിള്ളേർക്ക് കൊടുക്കും. ആ പിള്ളേർ കാർട്ടൂൺ ചാനൽ കണ്ട് 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 അതിനകത്തുള്ള മുഴുവൻ പൈശാചികതയും ഉള്ളിലേക്ക് കൊണ്ടുവരും. ഈ റെസ്ലിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, മല്ലയുദ്ധം എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ അതേ സ്വഭാവത്തിലേക്ക് വരും, ക്രൂര അവസ്ഥയിലേക്ക്. പിന്നെ പൊട്ടിത്തെറിയാണ്, എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യമാണ്, ഉള്ളതൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന അവസ്ഥയൊക്കെയാണ്. എന്നിട്ട് ഏറ്റവും അവസാനം കൊണ്ടുവന്ന് ധ്യാനഗുരുവിനെ കൊണ്ട് തലയിൽ കേൾപ്പിക്കാനും പ്രാർത്ഥിപ്പിക്കാനും നടക്കുകയാണ്. അപ്പോൾ ഇതിന് വളം വെച്ച് കൊടുത്ത നമ്മുടെ അവസ്ഥകളെ ഓർത്ത് നമ്മൾ അനുദപിച്ചേ പറ്റുള്ളൂ. കാരണം കുഞ്ഞുങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരെ കൊണ്ടുവന്ന് ഇതിന് മുമ്പ് ഇരുത്തിച്ചിട്ട് പിന്നെ ഇനി പെട്ടെന്ന് പിടിച്ചു മാറ്റുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. കാരണം ഒരു പൈശാചിക ശക്തിയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. കാരണം ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അനുസരണക്കേണ്ട മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാരെന്നാണ് പറയുന്നത്. അനുസരണക്കേണ്ട മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തികൾ അധീശന്മാർ. അത് സൈക്കോളജി കൊണ്ട് മാറുന്നതല്ല, മനഃശാസ്ത്രജ്ഞന് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഈ മനഃശാസ്ത്രജ്ഞൻ്റെ വീട്ടിൽ ചെന്നാലും കാണാൻ പറ്റും അവരെ പിള്ളേരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഒരു ആത്മീയ മനുഷ്യൻ്റെ കുടുംബത്തിലെ മക്കൾ ശരിയായ രീതിയിൽ വളർന്നു വരത്തുള്ളൂ. പല മാതാപിതാക്കളും മക്കൾ മദ്യപിക്കുന്ന കണ്ടിട്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്ന കണ്ടിട്ട് സങ്കടപ്പെടാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, ആ അപ്പനോട് പറയും, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്, നിങ്ങൾ പണ്ട് പാപം ചെയ്തിട്ടുണ്ട്, ഈ പാപം ചെയ്തത് കൊച്ചു കണ്ടു വളർന്നതായിരുന്നു. ഇനിയിപ്പം കൊച്ചിനെ അല്ല ഇവിടെ നമ്മൾ ശരിയാക്കേണ്ടത്, അവിടെ മാതാപിതാക്കളാണ് വിശുദ്ധരായി മാറ്റപ്പെടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിള് വായിക്കുന്നത്, പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണെന്ന് വായിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ വചനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ പിന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ, പിതാക്കന്മാരുടെ അകൃത്യ നിമിത്തം മക്കളും വധിക്കപ്പെടട്ടെ. അപ്പം അതുകൊണ്ട് ഇന്നു മുതൽ മാതാപിതാക്കൾ മാനസാന്തരപ്പെടാനായിട്ട് തീരുമാനമെടുക്കുക. മാതാപിതാക്കൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, മുമ്പ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് മാറി നിൽക്കാൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ വിശുദ്ധിയുടെ ഒരു കൃപ
നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങും. ആ വിശുദ്ധിയുടെ കൃപ നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതരായി മാറ്റപ്പെടും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കാര്യമുള്ളത്, ഇത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയുള്ള ചിലപ്പോൾ ഒരു 1-2 എപ്പിസോഡുകൾ ചെയ്യാനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം, കാരണം അതൊന്ന് ശരിയായി കിട്ടണം. അപ്പോൾ അതുവരെ യൂട്യൂബിൽ ചിലപ്പോൾ ഒന്ന് ഡിലേ ആയേക്കാം 1-2 എപ്പിസോഡുകൾ ഇടാനായിട്ട്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും എല്ലാം സമർത്ഥമായി ചൊരിയപ്പെടട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മക്കളുടെ വിശുദ്ധീകരണത്തിന് മാതാപിതാക്കൾ മാതൃകയാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ കർത്താവ് നമുക്ക് ദാനമായി തരുന്ന മക്കളെ ഓർത്തുള്ള നമ്മുടെ വിലാപങ്ങൾ, വേദനകൾ എല്ലാം മാറിപ്പോകേണ്ടതായിട്ടുണ്ട്. നിയമാവർത്തനം 28 നമ്മൾ വായിച്ചു, നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും. ആ വചനമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ദിവസേന അവരെ കാത്ത് നിന്റെ കണ്ണുകൾ തളരും. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് പ്രഭാഷകന്റെ പുസ്തകം 41-5 മുതലുള്ള തിരുവചനങ്ങളാണ്. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അപ്പം പാപം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മക്കളെന്ന് പറയുന്നത് അവരുടെ മക്കളിലേക്കും ആ മാതാപിതാക്കളാണ് അവരത്തി പറഞ്ഞ പാപം പകർന്നു കൊടുക്കുക. അത് പിന്നെ വർദ്ധിച്ചു വരുന്നു. അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. അപ്പം അവരുടെ കൂട്ടുകെട്ടുകൾ ദൈവഭയമില്ലാത്ത വ്യക്തികളുടേതായി മാറുന്നു. അവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. ഇന്ന് പല വീടുകളും അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ, കാടുകൾ, കുറ്റിക്കാടാണെങ്കിലും വലിയ കാടാണെങ്കിലും അവിടെയൊക്കെ ഇപ്പോഴ് ഒരുപാട് പാപം നടക്കുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പണി തീരാത്ത ചില വീടുകൾ, പണിയൊന്നും കഴിയുന്നില്ല, അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ആ വീടുകളിൽ ഒളിച്ച് ഇരുന്നും കൊണ്ട് മദ്യം, മയക്കുമരുന്ന് ഇവയെല്ലാം ഉപയോഗിക്കുന്നു. ഇവിടെ എത്രയോ വ്യക്തമായിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഭാഷകൻ പറയുക, അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുകയാണ്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു ഗ്യാങ്ങിനെയാണ്, ഒരു കൂട്ടത്തെയാണ്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ദൈവസാന്നിധ്യമുള്ള കൂട്ടായ്മയാണെങ്കിൽ ഇവിടെ എല്ലാം കൂട്ടുകെട്ടുകളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കൂട്ടുകെട്ടുകൾ അവരെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെയൊക്കെ ചില പരിണത ഫലമായിട്ട് പ്രേമബന്ധങ്ങൾ, മറ്റ് അവിഹിത ബന്ധങ്ങൾ, ജഡിക പാപങ്ങളെല്ലാം ചെയ്ത് ഒരിത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വളരെയേറെ വേദനാജനകമായ അനുഭവത്തിലൂടെ പല മക്കളും കടന്നു പോവുകയാണ്. അതാണ് ഇവിടെ നിയമാവർത്തനത്തിൽ പറയുന്ന വചനം അനുസരിക്കാത്ത കുടുംബങ്ങളിലേക്ക് അത് കടന്നു വരുമെന്ന് പറയുകയാണ്. നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും. ഒരിക്കൽ പറഞ്ഞാൽ ഇന്ന് മറ്റുള്ളവർ കച്ചവടത്തിന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ മനുഷ്യനെ ഉപയോഗിക്കാൻ തുടങ്ങി, ചെറുപ്പക്കാരെ ഉപയോഗിക്കാൻ തുടങ്ങി, കുട്ടികളെ ഉപയോഗിക്കാൻ തുടങ്ങി. ഒരുപാട് പേര് ഒരു ഭാഗത്ത് അനീതിയിലൂടെ സമ്പന്നരായി മാറ്റപ്പെടുമ്പോൾ മറ്റൊരു ഭാഗത്തൂടെ പലപ്പോഴും വലിയ പൈശാചിക അവസ്ഥയിലൂടെ കടന്നു വരുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. അടുത്ത വചനം പറയുന്നു, പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. ഒന്ന് ദൈവീകമായ അവകാശങ്ങൾ നശിച്ചു പോകുന്നു, മറ്റൊന്ന് മറ്റുള്ള രീതിയിലുള്ള അവകാശങ്ങൾ നശിച്ചു പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ നാശം വിതയ്ക്കുന്ന അവസ്ഥകൾ പലപ്പോഴും കടന്നു വരുന്നു. സ്വാഭാവിക നിലയിലുള്ള എല്ലാ മേഖലകളിൽ നിന്നും അവർക്ക് കിട്ടേണ്ടതായിരിക്കുന്ന എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും ചെറുപ്പക്കാരായ പല വ്യക്തികളും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ചെന്ന് അകപ്പെട്ടത് കൊണ്ട് ഇപ്പോഴവർക്ക് വിസ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ വിദേശത്ത് പോകണമെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള അങ്ങനെയുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം വലിയ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. അടുത്ത് പറയുകയാണ്, അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. അവരുടെ പിൻതലമുറ
നിത്യനിന്ദയ്ക്ക് പാത്രമാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള തലമുറകൾ, അവരുടെ അടുത്ത നമുക്കറിയാം മാതാപിതാക്കളുടെ ഒരു തെറ്റ് സ്വാഭാവിക നിലയിൽ വിവാഹാലോചന മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പം പലപ്പോഴും പറയും അപ്പൻ ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്. അപ്പോൾ എന്തു പറ്റും? മക്കൾ അതിൻ്റെ നിന്ദയ്ക്ക് പാത്രമാവുകയാണ്. ഇനി അടുത്ത വാക്കിൽ പറയുന്നു, ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു അപ്പനാണ്, അമ്മയാണ്, നിങ്ങളെ മക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ളൊരു സ്നേഹബന്ധം ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. മക്കൾ കുറ്റപ്പെടുത്തും. അപ്പോൾ ദൈവഭയമില്ലാത്ത ഒരു അപ്പനെ മക്കൾ എപ്പോഴും തെറിവിളിക്കുകയും ചിലപ്പോൾ ഉപദ്രവിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പറയും മാതാപിതാക്കന്മാരെ അനുസരിക്കണം എന്നുള്ള വചനമുണ്ട്, മാതാപിതാക്കളെ പരിപാലിക്കണം എന്നൊക്കെ വചനമുണ്ട്. പക്ഷേ അപ്പൻ്റെ ചില സ്വഭാവങ്ങൾ എന്തു പറ്റുന്നുണ്ട്? ആ പൈശാചികത ആ കുടുംബത്തിൽ തന്നെ വസിക്കുന്ന മക്കളിലേക്ക് വന്ന് ഈ പിശാചി തന്നെ അവിടെ ഉപദ്രവവും ഭിന്നിപ്പും അകൽച്ചയെല്ലാം ഉണ്ടാക്കി വയ്ക്കും. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു ദൈവ സാന്നിധ്യം ആ കുടുംബത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത് പറയുകയാണ്, അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത്. എന്താ വെച്ചാൽ ഈ അപ്പൻ കാരണം, ഈ അമ്മ കാരണം അവർക്ക് എന്ന് നിന്ദയാണ്. അപ്പം ഈ അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവം കാരണം തന്നെ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, എത്രയോ കുട്ടികളുടെ ജീവൻ തകർന്നു പോയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ചില ദൈവനിഷേധികളാകുന്നു. ചിലയിടത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച തന്നെ ഒരു വാക്ക് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പനും അമ്മയും നല്ല പ്രാർത്ഥനാക്കാരാണ്, പക്ഷെ മക്കളാകട്ടെ നാട്ടിൽ അറിയപ്പെടുന്ന അവിശ്വാസികൾ, പ്രശ്നക്കാർ, തെറ്റായ കൂട്ടുകെട്ടിൽ അകപ്പെടുന്നവർ, ഒരു സാക്ഷി ജീവിതമില്ലാത്തവർ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പനും അമ്മയും ഇപ്പോൾ ചിലപ്പോൾ പ്രാർത്ഥനാനുഭവത്തിലേക്ക് വന്ന് കാണും, നവീകരണത്തിലേക്ക് ധ്യാനം കൂടി വന്ന് കാണും. പക്ഷെ അതിന് മുമ്പ് എന്ത് സംഭവിച്ചു? മുമ്പ് ചെയ്ത പാപങ്ങളെ ഓർത്ത് ഇവർ അനുദപിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവർ വിവാഹം കഴിഞ്ഞ സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നവീകരണത്തിന് വരുന്നതിന് മുമ്പോ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പാപം ഇവരെന്താണെങ്കിലും മക്കൾക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞു. അപ്പം ഇന്നു മുതലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം, കർത്താവ് എന്നിൽ നിന്ന് എൻ്റെ മകനിലേക്ക് മകളിലേക്ക് കടന്നു വന്ന പാപാംശങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇതിന് ബൈബിളിൽ വ്യക്തമായ ചില തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോബിൻ്റെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും, ജോബ് മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ മറ്റൊരു കാര്യം വായിക്കാം. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെയും ശക്തിയും പ്രമാണങ്ങളെയും മക്കളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ചില വീടുകളിൽ കാണാൻ പറ്റും, അപ്പം തെറി വിളിക്കുകയാണെങ്കിൽ ആ തെറി പഠിച്ച് കൊച്ചു തെറി വിളിക്കും, അമ്മ തെറി വിളിക്കുകയാണെങ്കിൽ അമ്മ തെറി. ഇതുകൊണ്ട് സത്യത്തിൽ ഈ കൊച്ചിനെ അല്ല നമ്മൾ നവീകരിക്കേണ്ടത്, ആദ്യം അപ്പനെയും അമ്മയുമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ നവീകരിക്കപ്പെട്ടാൽ മാത്രമേ മക്കളിലേക്ക് ആ കൃപ ഒഴുകുകയുള്ളൂ. അല്ല എങ്കിൽ പലപ്പോഴും പലരും ധ്യാനഗുരുക്കന്മാരെ കൊണ്ട് ശുശ്രൂഷകരെ കൊണ്ട് മക്കളെ ഉപദേശിപ്പിക്കും, മക്കളെ പ്രാർത്ഥിപ്പിക്കും. അവരെയല്ല വേണ്ടത്. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരപ്പൻ പറയുകയാണ്, എൻ്റെ മകൻ ഭയങ്കര അലസനാണ്, എപ്പോഴും ഇങ്ങനെ അലസനായിട്ട്, പഠിക്കത്തുമില്ല, ഒന്നുമില്ല, അലസനായിട്ട്. അപ്പം പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, ഈ അപ്പന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, അല്ല ഈ മകന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കാരണവന്മാരായിട്ട് ഇഷ്ടം പോലെ സ്വത്തുണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം അതൊക്കെ നോക്കിയാൽ മതി, പണിക്കാരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നുള്ളൂ. അപ്പം അപ്പൻ ഏറ്റവും വലിയ അലസനാണ്. അപ്പോൾ വീട്ടിൽ ഒരു കസേര കിടപ്പുണ്ട്, നമ്മൾ ചാരി കസേര എന്നൊക്കെ പറയും, ഇതിന് വേറെ പേര് കൊടുക്കും, നല്ലതാണ്, അലസൻ കസേര എന്ന് പറയും. അതിനകത്ത് കയറി കിടക്കും, രാവിലെ വീട്ടിലുള്ളവർ ആഹാരം ഉണ്ടാക്കി കൊടുക്കും, കൊണ്ടുവന്ന് കഴിക്കും. അങ്ങനെ ഒരു അലസനായി മാറി, എല്ലാം ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരു അപ്പൻ. ഈ അപ്പൻ്റെ മകൻ അതിനേക്കാളും വലിയ അലസനായിട്ട് ഇപ്പോൾ കൊച്ചിലെല്ലാം തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ്, ഒരപ്പൻ ചിലപ്പോൾ 20ാമത്തെ വയസ്സിലാണ് പ്രശ്നക്കാരനായി തുടങ്ങിയതെങ്കിൽ അടുത്ത ചില തലമുറയിൽ 10ാമത്തെയോ അല്ലെങ്കിൽ 7ാമത്തെയോ വയസ്സിൽ ആ മകൻ അലസനായി തുടങ്ങും. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇത് ഉപദേശം കൊണ്ട് മാറുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ സൂചിപ്പിച്ച പോലെ ഇതൊരു പൈശാചിക മേഖല ആ കുടുംബത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അത് വിട്ടുപോകാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പമുള്ള കാര്യം ഇതേ ഉള്ളൂ. ഒരു ധ്യാനഗുരുവിനെ ശുശ്രൂഷ കൊണ്ടല്ല പ്രാർത്ഥിപ്പിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ തെറ്റിനെ ഓർത്ത് അനുദപിക്കുക. മാതാപിതാക്കൾ വന്നുപോയ
പാപ അവസ്ഥകളെ ഓർത്ത് പശ്ചാത്തപിച്ച് കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, വലിയൊരു ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. മാതാപിതാക്കളുടെ മാനസാന്തരവും പശ്ചാത്താപവും തിരിച്ചുവരവും കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിലയേറിയതാണ്. അതിനാൽ എങ്ങനെയും പെട്ടെന്നൊരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി മക്കളൊന്ന് ശരിയാക്കി എടുത്ത് എനിക്ക് സമാധാനം കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. ഒരു കാര്യം കഴിയുമ്പോൾ അടുത്ത് വന്നു കയറും. അപ്പം അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരു ശാശ്വത മോചനം, നിലനിൽക്കുന്ന മോചനം നമുക്ക് ആവശ്യമാണ്. കർത്താവ് നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് അനുദപിക്കാം, തിരിച്ചു വരാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും മക്കളുടെ മേലും എല്ലാം ചൊരിയപ്പെടട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നലെ മക്കളുടെ കൂട്ടുകെട്ടുകളെ കുറിച്ചാണ് ധ്യാന വിഷയമാക്കിയത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, മക്കൾ ചെയ്യുന്ന തിന്മകൾക്ക് മാതാപിതാക്കൾ അനുകൂല നിലപാടെടുക്കുന്ന പലപ്പോഴും പല മേഖലകളിലും കാണുവാനായിട്ട് സാധിക്കും. ആ മേഖലയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. പലപ്പോഴും ഇന്ന് പല കുട്ടികളും വഷളായി വന്നതിൻ്റെ അല്ലെങ്കിൽ പാപകരമായ അവസ്ഥയിലായിത്തീർന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അവർ കുഞ്ഞുനാളുകളിൽ ചെയ്തിരിക്കുന്ന പല തെറ്റുകളെയും മാതാപിതാക്കൾ അനുകൂലിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല നമ്മുടെ ജീവിതത്തിൽ പിന്നെ അതൊരു അപകടമായിട്ട് മാറിയിട്ടുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം, കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്, ദൈവ ഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും അരുത്. പ്രവചിക്കുകയാണ്, കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ചില മാതാപിതാക്കളുടെ ഒരു വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചുനാളുകളിലൊക്കെ കുഞ്ഞുങ്ങൾ പലപ്പോഴും പലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അഭിമാനപൂർവ്വം അവർ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, പലപ്പോഴും മാതാപിതാക്കൾ മക്കളുടെ ഒരു കാര്യം വരുമ്പോൾ അവരേതെങ്കിലും തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇപ്പോൾ ചിലപ്പോൾ വഴക്ക് കൂടുന്നു കുട്ടികൾ തമ്മിൽ, ഉടനെ തന്നെ പറയും, എൻ്റെ മോനെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല, അവൻ 1 കൊടുത്താൽ 2 തിരിച്ചു കൊടുക്കും. പറയുന്ന ഡയലോഗുകളൊക്കെയാണ്. അവൻ്റെ അടുത്തൊരു പരിപാടി നടക്കത്തില്ല, അവൻ വാക്കുകൊണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ മക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പലതും വരുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ അഭിമാനിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവനങ്ങനെ ചെറുതൊന്നുമല്ല, അവൻ എൻ്റെ മോൻ തന്നെയാണ്, അതുകൊണ്ട് എൻ്റെ മോൾ തന്നെയാണ്, അതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്യുന്ന തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ, എൻ്റെ മക്കൾ ആരുടെയും മുമ്പിൽ ചെറുതാകരുത്, കുറഞ്ഞു പോകരുത്. പക്ഷെ ഇതിനകത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ മക്കൾ ചെറുതാകുന്നത് ഏത് കാര്യത്തിലാണ്, വലുതാകുന്നത് ഏത് കാര്യത്തിലാണ്? പലരും വിശുദ്ധിയുടെ കാര്യത്തിൽ മക്കൾ വലുതാകാനും അശുദ്ധിയുടെ കാര്യത്തിൽ മക്കൾ ചെറുതാകാനുമല്ല ശ്രദ്ധിക്കുന്നത്. അശുദ്ധിയുടെ കാര്യത്തിൽ മക്കൾ വലുതാകാനാണ് പലപ്പോഴും ഒരു പ്രോത്സാഹനം പല മേഖലകളിലും മാതാപിതാക്കൾ കൊടുക്കുന്നത്. ഇത് കാലക്രമേണ അവരുടെ ഉള്ളിൽ ഒരു തിന്മയുടെ സ്വാധീനം അല്ലെങ്കിൽ പിശാചിന് ഇരുപ്പുറപ്പിക്കുന്ന ഒരു മേഖലയാണ്. ഇരുപ്പുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ പടിപടിയായിട്ട് അവർ വളരുന്നത് പോലെ തന്നെ പിശാച് വളരുന്നില്ല, അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ പൈശാചിക പ്രവർത്തനങ്ങൾ വളർന്നു വരുന്നു. ഇത് വളർന്നു വന്ന് പിന്നെ അത് ഉപദ്രവമായി. നമ്മൾ ബൈബിളിൽ കാണുന്നൊരു കാര്യമാണ്. കായേനും ആബേലും തെറ്റ് ചെയ്തപ്പോഴെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അവരുടെ ഉള്ളിൽ കിടന്ന ആ കായേൻ്റെ ഉള്ളിൽ കിടന്ന ചില പ്രവൃത്തികൾ, പാപത്തിലൂടെ കടന്നു വന്ന ചില മേഖലകൾ, വളർച്ചയുടെ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും അത് വളർന്ന് ഉപദ്രവമായി. എബ്രായത്തിൽ പറയുന്നുണ്ടല്ലോ, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഉപദ്രവത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത് എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യുന്ന മക്കളുടെ ഒരു കൂട്ടമല്ല നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും അരുത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്കരുടെ ഇടയിൽ ഒരു പ്രത്യേകത ഉള്ളത്, മറ്റ് മതവിഭാഗങ്ങളിലൊക്കെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അവർ കുഞ്ഞുനാൾ മുതൽ അവരെ മതകാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടും മറ്റ് പരിശീലനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടുമാണ് അധികം
അവരെയൊക്കെ നിയന്ത്രിക്കാൻ ആളില്ല. നമ്മുടെയൊക്കെ പള്ളികളിൽ എത്ര പേരാണ് കൊച്ചുങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളത്. വികാരിച്ചിന് ഒരു വശത്തൂടെ കമ്പെടുത്ത് വരുമ്പോൾ കൊച്ചച്ഛൻ വേറെ വശത്തൂടെ കമ്പെടുക്കും, സിസ്റ്റേഴ്സ് വേറെ വശത്തൂടെ. അകത്തോട്ട് കയറിയിരിക്കുന്ന കുട്ടികളോട് പറയും. ഇപ്പോൾ പലപ്പോഴും കുട്ടികളുടെയൊക്കെ സ്ഥാനം എവിടെയാ? പലപ്പോഴും പള്ളിയിൽ ചില ഭക്തരായ അമ്മച്ചിമാർ കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പോൾ പുറന്തള്ളിയിരിക്കുക. അവർ ഏറ്റവും ഫ്രണ്ടിൽ അങ്ങ് പോയി നിൽക്കും, കുട്ടികൾ നിൽക്കാൻ അനുവദിക്കത്തില്ല. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നത് കുടുംബത്തിലെ ഒരു മേഖലയോട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. മറ്റൊരു മേഖല പറയാനിരുന്നെങ്കിലും അതൊരു പ്രേരണ കിട്ടിയാൽ പറയുകയാണ്. പല കുടുംബങ്ങളിലും മക്കൾ പ്രാർത്ഥിക്കാത്തതിൻ്റെ കാരണം മാതാപിതാക്കളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗസ്നായ പിതാവേയും നന്മ നിറഞ്ഞ മറിയമേയും അവർ ചൊല്ലും. അന്നന്ന് വേണ്ടുന്നതും പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയും ചൊല്ലാൻ വേണ്ടി ബാക്കിയുള്ളിരുന്നോണം. കുട്ടികൾക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കത്തില്ല. എല്ലാ പ്രാർത്ഥനയും ഈ വീട്ടിലെ പ്രായമുള്ള അമ്മച്ചിമാരോ അപ്പച്ചമാരോ അങ്ങ് ചൊല്ലിത്തീർക്കും. അപ്പം ഇത് കുട്ടികൾക്കൊരു പരിശീലനം നമുക്കിന്ന് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു വരുന്ന പ്രധാനപ്പെട്ട മേഖല ഇതാണ്. നിയമാവർത്തനം 28:32. നിനക്ക് പുത്രന്മാരും പുത്രികളും ജനിക്കും, പക്ഷേ അവർ മറ്റുള്ളവർ അടിമകളായി പോകും. ഇതൊരു അടിമത്തമാണ്. എങ്ങനെയാണ് അടിമത്തം? മറ്റുള്ളവരുടെ ഇതിലാക്കി ആയിത്തീരുന്നത് എങ്ങനെയാണ്? അപ്പം അതുകൊണ്ട് തന്നെ ഒരു പരിശീലനം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം അതുകൊണ്ട് ഈ ഒരു അവസ്ഥ നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞുനാളുകളിലും. അതോടൊപ്പം തന്നെ ഇന്നും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഈ ഒരു മനുഷ്യൻ ആത്മാവിൽ രക്ഷ പ്രാപിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ലൗകികമായ ലോകം എങ്ങനെയാണോ അതുപോലെയൊക്കെയാണ് കാറ്റീസം ക്ലാസ്സുകളിൽ പോലും ഒരു പാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഭിന്നത, ഒരു വേർതിരിവ്. പണമുള്ളവൻ്റെ മക്കൾക്കൊരു പ്രത്യേകത, പാവപ്പെട്ട മക്കൾക്കൊരു പ്രത്യേകത, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ട്. പള്ളികളുടെ നിയന്ത്രണം പോലും ഇങ്ങനെയുള്ള ചില ബേസിക്കിലേക്ക് ആയതുകൊണ്ട് ആണ് പലപ്പോഴും. ഇന്നിപ്പോൾ നമുക്കറിയാം പല ഇടവകകളിലും കുർബാന ആരംഭിച്ചിട്ട് പോലും ഇല്ലാത്തതിൻ്റെയൊക്കെ ഒരു കാരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കണം. ജനത്തിന് വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ട്, അത് വേറെ സത്യം. പക്ഷെ വിശ്വാസം എന്താണെന്ന് പോലും അറിയാത്തതോടെ വന്നു പോയതാണ്. അപ്പം അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു മേഖല നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ കുഞ്ഞിലെ തന്നെ ഒരു പിടുത്തം ഈ ആത്മീയ മേഖല ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുത്രരിൽ നമുക്ക് ആനന്ദം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ പറയുകയാണ്, ദൈവഭയം ഇല്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും അരുത്. അപ്പം കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ക്രെഡിറ്റായിട്ട് കാണാൻ പാടില്ല. ഞങ്ങൾക്കാണ് ഒരു അമ്മൂമ്മ ഇംഗ്ലീഷൊന്നും അറിയില്ല. കൊച്ചുമകൻ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സ്കൂളിലാണ് പഠിക്കുന്നത്. അമ്മൂമ്മ ഈ കൊച്ചുമകൻ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും എതിരാണ്. അങ്ങനെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. കൊച്ചുമകൻ അമ്മൂമ്മയെ നല്ല ഇംഗ്ലീഷിൽ തെറി വിളിക്കുന്നുണ്ട്. ഈ തെറി വിളിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ നേരിട്ട് കണ്ടതാണ്, ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടൊരു കാര്യമാണ്. തെറി വിളിക്കുമ്പം ഈ അമ്മൂമ്മ പറയുന്നൊരു വാക്കിങ്ങനെയാണ്, എൻ്റെ കൊച്ചുമോന് ഇംഗ്ലീഷ് ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അവൻ്റെ വായിന്ന് വരുന്ന കണ്ടില്ലേ എന്ത് സ്പീഡിലാണ് ഇംഗ്ലീഷിലെ വാക്കുകൾ വരുന്നത്. മുഴുവൻ പച്ചത്തെറിയെ വിളിക്കുന്ന. പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു ക്രെഡിറ്റാണ്. ഇതുപോലെ മക്കൾ ചെയ്യുന്ന പല തെറ്റുകളെയും ഒരു ക്രെഡിറ്റായിട്ട്, ഒരു അഭിമാനമായിട്ട് മാതാപിതാക്കൾ കാണുന്നു. അത് അവരുടെ ജീവിതത്തെ തകർത്ത് കളയും. അതുകൊണ്ടാണ് നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന തോബിത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം, നീതി നിഷ്ഠരായ മക്കളെ ഓർത്ത് സന്തോഷിക്കുവിൻ, അവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടും, അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും. കണ്ടോ, നീതിനിഷ്ഠരായ മക്കളെ ഓർത്ത് സന്തോഷിക്കുവിൻ. അപ്പം നീതിയുള്ള മക്കളെ ഓർത്ത് സന്തോഷിക്കാനായിട്ട് സാധിക്കണം. അപ്പം അവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടും, അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും. പ്രഭാഷകന്റെ പുസ്തകം 16:3 പറയുന്നു, അവരുടെ എന്നുവെച്ചാൽ തെറ്റ് ചെയ്യുന്ന മക്കളുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. ചില കാരണവന്മാരൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത്രയും ആമക്കളുണ്ട്, അതുകൊണ്ട് എന്നോട് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരാരും നിന്നെ വെറുതെ വിടത്തില്ല. എന്ത് പറ്റി? ഈ മക്കളുടെ
എണ്ണത്തിലും അവരുടെ വളർച്ചയിലും അവരുടെ എല്ലാവിധ അനീതിയുടെ ഉയർച്ചകളും പ്രതീക്ഷ അർപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്, മക്കളെ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി ഉപഭോഗ വസ്തുവാക്കി തല്ലിനും വെട്ടിനും കുത്തിനും എല്ലാം വിടുന്നവരൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ദൈവം ഇതിനൊക്കെ പിൻകാല തലമുറകളിലും ചില കണക്കുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അവിടെ കർത്താവിനോട് പറയാം, കർത്താവെ, വിശുദ്ധിയുള്ള മക്കളെ ഓർത്ത് സന്തോഷിക്കുവാനും അശുദ്ധരായ മക്കളെ നവീകരിക്കുവാനും വേണ്ടുന്ന ഒരു പരിശുദ്ധാത്മ ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നലെ ധ്യാനിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണ്. ഇന്നലെ നമ്മൾ മക്കളുടെ തെറ്റുകളിൽ അഭിമാനിക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. മക്കൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. അധർമ്മികളായിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ പാപ അവസ്ഥയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ സന്താന പെരുപ്പം അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ പെരുപ്പം നിഷ്ഫലമാണ് എന്നുള്ളതാണ് വചനം പറയുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ ഇത് വായിച്ചു വരുമ്പോൾ വേറെ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. കാരണം ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരിടത്തിൽ പറഞ്ഞാൽ, ഞാനത് ആമുഖമായിട്ട് തന്നെ പറയാം, നമുക്ക് ചില കുട്ടികൾക്ക് രോഗങ്ങളുണ്ട്, അംഗവൈകല്യമുണ്ട്, ബുദ്ധിയിൽ കുറവുള്ള കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഞാൻ അവരടുത്ത് പറയും, വിഷമിക്കേണ്ട, പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു വലിയ വിശുദ്ധീകരണം, അപ്പൻ്റെ അമ്മയുടെ ഒരു വലിയ വിശുദ്ധീകരണം ഇതിനകത്ത് ആവശ്യമാണ്. അങ്ങനെ അത് യാഥാർത്ഥ്യത്തിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ സംഭവിക്കുമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഈ രോഗം മാറും. നമുക്കറിയാം, പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് രോഗം അല്ലെങ്കിൽ എല്ലാ മനുഷ്യൻ്റെ ഒരു അവസ്ഥ, പല മനുഷ്യരെയും ഭൂരിഭാഗം മനുഷ്യരെ പ്രത്യേകത, രോഗമോ കടബാധ്യതയോ പ്രശ്നങ്ങളോ വന്നാലേ ദൈവത്തെ തേടുകയുള്ളൂ. ഇനി ഞാനൊരു കാര്യം തീർത്തങ്ങ് പറയാം, ദൈവത്തെ തേടാൻ വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതല്ല ഇതൊന്നും. ദൈവത്തെ തേടാൻ വേണ്ടി ദൈവം നമുക്ക് രോഗം തരുന്നതല്ല, കടബാധ തരുന്നതല്ല, കഷ്ടപ്പാടുകൾ തരുന്നതല്ല. അങ്ങനെ ഒരു തെറ്റായ വഴിയിലൂടെ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ദൈവത്തിന് താല്പര്യമില്ല. കാരണം ദൈവം നീതിമാനാണ്, സ്നേഹമുള്ളവനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ചില മേഖലകളായതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ കേട്ട ഏതെങ്കിലും പ്രസംഗങ്ങളിലോ ശുശ്രൂഷകളിലോ ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള രോഗം ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ അത് വചനവിരുദ്ധമായ ഒരു മേഖല ആയതുകൊണ്ട് കർത്താവിനെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. കാരണം കർത്താവ് നമുക്ക് രോഗം തന്നിട്ട് ആ കർത്താവ് തന്നെ നമ്മളെ സുഖപ്പെടുത്തുകയാണെങ്കിൽ അതിലെന്ത് നീതിയാണുള്ളത്? ചിലർ പറയും ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ഒരുപാട് സുവിശേഷ പ്രസംഗങ്ങളും ശുശ്രൂഷകളും നടന്നിട്ടും മനുഷ്യജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ കുറവ് പലപ്പോഴും കാണാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം, ദൈവത്തിൻ്റെ യഥാർത്ഥ നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചും അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോടൊപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ ചില ആശയങ്ങളിലും തത്വങ്ങളിലും വികാരപരമായ മേഖലകളിലൂടെയും പോകുന്നത് കൊണ്ട് പലപ്പോഴും അവർക്ക് കുറച്ചു കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് കണ്ടെത്താൻ സാധ്യതയില്ല. അതിൻ്റെ കാരണം ആരും തന്നെ വിശ്വാസികളല്ല, പക്ഷെ ഭക്തരും അതുപോലെ തന്നെ ഒരു വൈകാരിക അനുഭവത്തിലുമാണ്. ഞാനിതിനകത്ത് കൂട്ടിച്ചേർത്തതിൻ്റെ ഒരു കാരണം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു രോഗം, നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കോ രോഗമോ പ്രശ്നമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പലരും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു കാണും. സത്യത്തിൽ നിങ്ങളെ ചതിക്കുകയാണ് അതുവഴി ചെയ്തതെന്ന് വേണേൽ പറയാൻ പറ്റും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്ന ശരിയായൊരവസ്ഥയെക്കുറിച്ച് കണ്ടെത്താതെ അതിനുവേണ്ടി ശ്രമിക്കാതെ മറ്റു പല മേഖലകൾ നമ്മളെ കൊണ്ടുപോകുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അധർമ്മികളുടെ സന്താന പെരുപ്പം നിഷ്ഫലമാണ് എന്ന് വെച്ചാൽ അധർമ്മികൾക്ക് സന്താനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫലമില്ലാതെ പോകും.
ദൈവത്തിന് പ്രയോജനമില്ല, സമൂഹത്തിനും പ്രയോജനമില്ലാതെ പോകും. അപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക, ഞാൻ ജനിപ്പിച്ച എൻ്റെ കുട്ടി അല്ലെ എൻ്റെ മകനോ മകളോ ചിലപ്പോൾ എനിക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ജനിപ്പിച്ചത്. പക്ഷേ നമ്മളൊരു കുഞ്ഞിനെ കാണുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്, അല്ലെ ഏതാനും ദിവസം, 9 മാസം ഏതാനും ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പം ഈ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരിക എന്നുള്ളത് നമ്മുടെ പദ്ധതിയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മനുഷ്യരുടെ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞൊരു കൊച്ചുണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. കോടിക്കണക്കിന് മേഖലകൾ എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ജനതയെ ഒക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കർത്താവ്. അപ്പം അതൊക്കെ കൊണ്ടാണ് പലപ്പോഴും നമ്മളിനി കൽപ്പനകളിലൂടെ ആഴമായി ചിന്തിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കും. അപ്പം ഈ ഒരു മേഖല നമ്മൾ ചിന്തിക്കുക, എൻ്റെ കുഞ്ഞിനെ ഓർത്തുള്ള എൻ്റെ വിഷമം, എൻ്റെ ദുഃഖം, എൻ്റെ പ്രയാസത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ കുഞ്ഞിനെ ദൈവം എന്നിലൂടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്നിലുണ്ടായിരുന്ന കറകൾ, എന്നിലുള്ള പോരായ്മകൾ, എന്നിലുള്ള അധർമ്മങ്ങൾ, ശരിയല്ലാത്ത വശങ്ങൾ അത് കണ്ടെത്തണം. അപ്പം അത് ആ കുഞ്ഞിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി? എനിക്കുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ട്, എനിക്കുള്ള എല്ലാ മേഖലകളും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ആന്തരിക സൗഖ്യ മേഖലയാണെങ്കിലും അറിവ് പലർക്കും ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നൊരു മോചനം കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു അവസ്ഥയിൽ മനുഷ്യൻ കിടക്കുകയാണ്. അപ്പം ഇതിനെല്ലാം പരിഹാരം ബൈബിളിൽ പറയുന്നുണ്ട്. നമുക്കത് കണ്ടെത്തുകയും കൂടെ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നത് അധർമ്മികളുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ്. അടുത്തത്, അവരുടെ ജാരസന്തതികൾ ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ചു നിൽക്കുകയോ ഇല്ല. അപ്പം സത്യമായിട്ടുള്ള ഒരു മേഖലയിലൂടെ നമ്മൾ കടന്നു പോയാലേ പറ്റുകയുള്ളൂ. ഞാനൊരു സംഭവം ഓർക്കുകയാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഒരു കുടുംബം, ആ കുടുംബത്തിലെ അപ്പച്ചൻ ഭയങ്കര മദ്യപാനിയായിരുന്നു, പുകവലിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പം ഈ വ്യക്തി ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പച്ചന് ക്യാൻസറാണ്, മദ്യപിച്ചത് കൊണ്ടും പുകവലിച്ചുകൊണ്ടും വന്നതാണ്, ശ്വാസകോശ ക്യാൻസറാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പച്ചൻ പെട്ടെന്ന് പറയണ്ട, പക്ഷേ പറഞ്ഞേ പറ്റുകയുള്ളൂ. അങ്ങനെ അപ്പച്ചൻ ചികിത്സയ്ക്കായിട്ട് ഒരുങ്ങി. ക്യാൻസറാണെന്ന് അറിയത്തില്ല. അപ്പച്ചൻ അതുപോലെ വീണ്ടും മദ്യപിക്കാനും പുകവലിക്കാനും തുടങ്ങി. ഏതാനും മാസം കഴിഞ്ഞ് വീണ്ടും സീരിയസ് ആയിട്ട് ആശുപത്രി കൊണ്ടില്ല. അപ്പോൾ ഡോക്ടർ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിയോട് ഇത് പറയുന്ന അമ്മച്ചിയോട് ചോദിച്ചു, പറഞ്ഞായിരുന്നു വെച്ചു. അപ്പം അമ്മച്ചി പറഞ്ഞു, വിഷമിക്കും, അപ്പച്ചന് വിഷമം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്, വേദന ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ അന്നേരം പറയണമെന്നല്ല പറഞ്ഞത്, പിന്നെ പതുക്കെ പറയണമെന്നാണ് പറഞ്ഞത്. കാരണം ഈ മനുഷ്യന് ഈ രോഗമുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചിന്ത വന്നേക്കാം, ഇനി ഈ രോഗം വന്നത് ഈ പുകവലിയും മദ്യപാനം മൂലമാണല്ലോ, അതുകൊണ്ട് നിർത്തിയേക്കാമെന്ന് ചിന്തിച്ചേക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഡോക്ടർ പറഞ്ഞു. പക്ഷെ അമ്മച്ചി ഉദ്ദേശിച്ചത് എന്താ? വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ആൾക്ക് മാനസിക വേദന ഉണ്ടാവും എന്ന് വിചാരിച്ച് പറയാതിരുന്നു. പക്ഷെ എന്തു പറ്റി? ആ വ്യക്തി എൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ട് ആ വ്യക്തി വീണ്ടും വീണ്ടും തൻ്റെ പഴയ പ്രവൃത്തികളിൽ തന്നെ തുടർന്നു. ഇനി സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത് അപ്പച്ചനെ അറിയിച്ചു. അപ്പോൾ അപ്പച്ചന് കാര്യം തെറ്റാണെന്നറിയാം, ഇതുവഴി രോഗം വരുമെന്നും അറിയാം. പക്ഷെ ഇത്ര സീരിയസ് ആണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായില്ല. അവസാനം ആ വ്യക്തി അമ്മച്ചിയോട് പറഞ്ഞു, അപ്പച്ചൻ ചോദിച്ചു, നിനക്ക് എന്നോട് ഇച്ചിരി നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ, അതിനകത്ത് ന്യായീകരണമൊന്നുമില്ല, എങ്കിൽ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കുറയ്ക്കുമായിരുന്നു, ഇനിയെങ്കിലും രക്ഷപ്പെടാൻ മാർഗം ഉണ്ടെങ്കിൽ ഞാൻ നോക്കുമായിരുന്നു. പക്ഷെ അപ്പച്ചൻ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ മരിച്ചുപോയി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവും, അവരുടെ മുമ്പിൽ എൻ്റെ പ്രീതി നഷ്ടപ്പെടും, എൻ്റെ വില നഷ്ടപ്പെടും എന്നൊക്കെ ചിന്തിക്കുന്നു. പക്ഷേ ഒരു മനുഷ്യന് വില ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഒരു മനുഷ്യന് വില കാണുന്നത് കർത്താവിൻ്റെ സത്യങ്ങൾ, കർത്താവിൻ്റെ ഹിതങ്ങൾ നിറവേറ്റുമ്പോഴാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ, യുവജനങ്ങൾ ഇതുപോലുള്ള പാപാവസ്ഥകൾ കഴിയുന്നവരുണ്ട്. അധർമ്മത്തിൻ്റെ ബന്ധനത്തിൽ, ഇങ്ങനെ അധർമ്മത്തിൽ കഴിയുന്ന തലമുറകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകലുന്ന, എല്ലാ വിധത്തിലും ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ലോകത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു വിശുദ്ധ തലമുറ ഉണ്ടാകണം, ഒരു വിശുദ്ധ കുടുംബം ഉണ്ടാകണം, വിശുദ്ധ ആത്മീയ അവസ്ഥ ഉണ്ടാകണം. അതിനുവേണ്ടി ആണ് നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും
കൃത്യം ധ്യാനിച്ച് അതിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്തുകൊണ്ട് ഈ പ്രശ്നം എൻ്റെ കുടുംബത്തിൽ വന്നു, എന്തുകൊണ്ട് ഈ പ്രശ്നം എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു. അതുകൊണ്ട് മക്കൾക്ക് തകർച്ചകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാൽ ആ മേഖലകളെ കണ്ടെത്തി അനുദപിക്കാനുള്ളത് അനുദപിക്കുക, കർത്താവ് നൽകുന്ന ഈ അവസരം ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വലിയ കൃപയും കരുണയും അനുഗ്രഹവും എല്ലാം വർഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ സമാധാനം നമ്മളെ നമ്മുടെ കുടുംബങ്ങളെല്ലാം നിറയപ്പെടട്ടെ. ഒരു വിശുദ്ധ തലമുറ നമ്മിൽ നിന്ന് ഉണ്ടാക്കപ്പെടട്ടെ. വിശുദ്ധ ഒരു കൂട്ടം അല്ലെങ്കിൽ വിശുദ്ധ ജനത ഈ ലോകത്ത് വീണ്ടും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കേട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും അത് കേൾക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ അത് കൂടെ കേട്ടിട്ട് വേണം ഇത് കേൾക്കാനായിട്ട്. കാരണം അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കടന്നു വരുന്നത് കൊണ്ടാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-32 നമ്മൾ ധ്യാനിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മറ്റൊരു വചനം വായിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളൊന്ന് വായിക്കുകയാണ്. തുടക്കം മുതൽ വായിക്കാം. അധർമ്മികളുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ്. അവരുടെ ജാരസന്തതികൾ ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ചു നിൽക്കുകയോ ഇല്ല. ഇവിടെ അടുത്ത ഭാഗമായിട്ട് പറയുന്നത് അവരുടെ ജാരസന്തതികൾ എന്ന് പറയുമ്പോൾ പാപത്തിലൂടെ ജനിച്ച മക്കൾ ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ചു നിൽക്കുകയില്ല. നമുക്കറിയാം, ആഴത്തിൽ വേരൂന്നുക എന്ന് പറയുമ്പോൾ ഒരു വേര് ആഴത്തിലേക്ക് പോയാൽ മാത്രമേ വൃക്ഷം ഉറച്ചു നിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരു ആഴമില്ലാത്ത ജീവിതം, ഒരു ശാശ്വത നിലനിൽക്കാത്തൊരു ജീവിതം ഭാവിയിൽ അവർക്കുണ്ടാകും എന്നാണ് വചനം പറയുക. വിശുദ്ധിയില്ലാത്ത മക്കളുടെ അവസ്ഥ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നൊരു അവസ്ഥ, അവർക്ക് ഉറച്ചു നിൽക്കാനായിട്ട് സാധ്യമല്ല. ഇനി അടുത്ത വാക്ക്, അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരുറയ്ക്കായികയാൽ അവർ കാറ്റിൽ ഉലയും, കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും. നിങ്ങളിന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം പിടികിട്ടും. ഇന്നത്തെ യുവജനങ്ങൾ അതുപോലെ കുട്ടികളെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അത് വലിയ വലിയ കാര്യങ്ങളും വീരസാഹസിക പ്രവൃത്തികളും, ചിലപ്പോൾ അക്രമം തന്നെയും കൊലപാതകം തന്നെയും അല്ലെങ്കിൽ ക്രൂരത പലതും അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ അവർ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ചെന്ന ഒരു കാര്യം പിടികിട്ടും, ഇതെല്ലാം ഒരു വൈകാരിക തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കരുത്ത് ഇന്നത്തെ കുട്ടികൾക്കോ യുവജനങ്ങൾക്കോ പലപ്പോഴും ഇല്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ പിശാചിൻ്റെ ഒരു പ്രവൃത്തി എന്താണ് നമുക്കറിയാം. അവരെന്നും ഒരു ഭയത്തിനടിമയാണ്. പൈശാചിക ശക്തി അത് മനുഷ്യനിലേക്ക് അത് കുത്തിവെക്കും. പിശാചിന് എപ്പോഴും ദൈവത്തെ ഭയമാണ്. അതുപോലെ മനുഷ്യ ജീവിതത്തിൽ അവനുമായിട്ട് ബന്ധപ്പെട്ട തിന്മ പ്രവർത്തികൾ ചെയ്യുന്നവർക്കെന്നും ജീവിതത്തിലുള്ളൊരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുള്ളൊരു ഭയം ഉണ്ട്. അന്നേരത്തെ പ്രേരണ അത് ബൈബിൾ നമ്മൾ കാണുന്നുണ്ട്. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്നറിഞ്ഞുകൊണ്ട് ചുറ്റുകിടക്കും. കണക്ക് ഇങ്ങനെ വെപ്രാളവും ബഹളവും പ്രശ്നമെല്ലാം കാണിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കാനായിട്ട് നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ വായിക്കുന്നതാണ്. അമ്മ ടി വിയുടെ ചാനൽ മാറ്റിയപ്പോൾ മകൾ ആത്മഹത്യ ചെയ്തു. അപ്പം വഴക്ക് പറഞ്ഞത് കൊണ്ട് മകൻ ആത്മഹത്യ ചെയ്തു, മകൾ ആത്മഹത്യ ചെയ്തു. മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാത്തത് കൊണ്ട്, ബൈക്ക് മേടിച്ചു കൊടുക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി. ഇതിനെല്ലാം കാരണം എന്താണ്? ഒരു പ്രശ്നത്തെ എങ്ങനെ കാണണം, അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ എങ്ങനെ എനിക്ക് അതിന് പരിഹാരം കാണണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തയില്ല. അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ അഭിമുഖീകരിച്ചുള്ള ജീവിതം അവർക്കില്ല. കാരണം കുഞ്ഞുനാൾ മുതലേ ഒരു ചെറിയ കാര്യത്തിന് പോലും സപ്പോർട്ട് ചെയ്ത്, ചെറിയ തിന്മയ്ക്ക് പോലും കൂട്ടുനിന്ന്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരവസ്ഥ, എന്ത് കാര്യത്തിനും നീതിപരമായിട്ടല്ല അനീതിപരമായിട്ട് ചെയ്താൽ പോലും അതിനെല്ലാം പ്രോത്സാഹനം കൊടുത്ത് അവരെ മനസ്സ് ലോലമാക്കി വെച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സത്യം. അപ്പം അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് അല്പകാല ശാഖകൾ പൊടിച്ചാലും എന്ന് വെച്ചാൽ കഴിവുണ്ട്, ചിലർക്ക് നല്ല കലാപരമായിട്ട് കായികപരമായിട്ട് കഴിവുണ്ട്, നല്ല സ്മാർട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് പറ്റി? അല്പകാലമേ ശാഖ പൊടിച്ചുള്ളൂ,
വേരുറയ്ക്കായികയാൽ ജീവിതത്തിൻ്റെ കാറ്റിൽ, അതാണ് പറഞ്ഞത്, അവർ കാറ്റിൽ ഉലയും, കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും. അപ്പം പ്രശ്നങ്ങളുടെ മേഖലകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വലഞ്ഞു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ദൈവീക ജ്ഞാനവും ആത്മധൈര്യവും എല്ലാം കൊടുത്താൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അല്ല, നമ്മളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം. കാരണം മനുഷ്യൻ്റെ ശക്തി കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല എല്ലാം തന്നെ. മനുഷ്യന് ദൈവം ശക്തി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവൻ്റേതായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, എന്നാൽ ദൈവം അവനെ സൃഷ്ടിച്ചതായതുകൊണ്ട് അവൻ്റെ മേൽ കടന്നു വന്ന് സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള മാനുഷിക ശക്തിയേക്കാൾ അപ്പുറത്ത് നിൽക്കുന്ന ചില ശക്തികളുണ്ട്, എന്നാൽ ദൈവിക ശക്തിയേക്കാൾ താഴെ നിൽക്കുന്ന ശക്തികൾ. അപ്പം അതിനെ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ, ദൈവിക ശക്തിയിലൂടെ മാത്രമേ അതിജീവിക്കാൻ പറ്റൂ. അല്ലാതെ കുറച്ച് ഉപദേശം കൊണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ അതിനെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഇനി അടുത്തത് നമ്മൾ കാണുന്നത്, അങ്ങനെ ഒരു മേഖല ഇന്ന് ഉള്ളതായിട്ട് കാണാൻ പറ്റും. അടുത്തത് നമ്മൾ കാണുകയാണ്, വളർച്ച എത്തും മുമ്പേ ശാഖകൾ ഒടിഞ്ഞു പോകുന്നു. കണ്ടോ, വളർച്ച എത്തും മുമ്പേ ശാഖകൾ ഒടിഞ്ഞു പോകുന്നു. അപ്പം ഒരു ഭാവി എത്തുന്നതിന് മുമ്പ് തന്നെ ശാഖകൾ ഒടിഞ്ഞു പോകുന്നു. കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണ യോഗ്യവുമല്ല, അപ്പം ഒന്നിനും ഉപയുക്തവുമല്ല. അടുത്ത വാക്കൂടെ അങ്ങ് വായിക്കാം, ബാക്കി ഭാഗങ്ങൾ പിന്നെ നമുക്ക് ചിന്തിക്കാം. ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാവും. അപ്പോൾ ഈ സന്താനങ്ങളെ കുറിച്ചാണ് പറയുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് അതും കൂടിയാണ്. ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, അവിഹിതമായ എന്ന് വെച്ചാൽ ഹിതകരമല്ലാത്ത വീഴ്ചയിലുള്ള മക്കൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളായി മാറ്റപ്പെടും. അതോടൊപ്പം തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഇന്നലെ പറഞ്ഞ കണക്ക് ബുദ്ധിമാന്ദ്യം, ഓട്ടിസം അതുപോലെ രോഗങ്ങളൊക്കെ ജനിക്കുന്നു. ഇതിനെതിരെയൊക്കെ ഏതെങ്കിലും ധ്യാനഗുരുക്കന്മാർ സംസാരിക്കുമ്പോൾ അവരെ തോളെ കയറാനും അവരെ വേദനിപ്പിക്കാനും പോയിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയൊക്കെയുള്ള സത്യം വിളിച്ചു പറയുന്നവർക്കെതിരെ പ്രവർത്തിച്ചവർക്ക്, ഞാൻ ഭീഷണികരമായ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, ഇത് സത്യമായി നടക്കുന്നതാണ്. ഇവരുടെയൊക്കെ കുടുംബത്തിൽ ചെന്നാൽ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടും, ഇവരൊക്കെ പ്രശസ്തരാകാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവർ ചെയ്ത അല്ലെങ്കിൽ സത്യത്തെ തടഞ്ഞു വയ്ക്കാൻ വേണ്ടി എവിടെയെല്ലാം ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം കുടുംബത്തിൽ പിൻതലമുറകളിൽ, ഇപ്പം നമ്മൾ പറയുകയാണ് ഈ രോഗം വരുന്നതിൻ്റെ കാരണം ഇന്നതാണ്, ബുദ്ധിയിൽ കുറവ് വരുന്നതിൻ്റെ കാര്യം ഇതാണ്, ചില രോഗപീഠകൾ വരുന്നതിൻ്റെ കാര്യം ഇതാണെന്ന് പറയുമ്പോൾ എല്ലാത്തിനും പാപമാണെന്നും പറഞ്ഞ് ചിലർ നടപ്പുണ്ടെന്നൊക്കെ പറയുന്നവർ ചിന്തിച്ചോണം, നിങ്ങളുടെ കുടുംബത്തിലേക്കും ഇതുപോലെ 2 or 3 കുട്ടി ജനിച്ചു കഴിയുമ്പോഴേ അതിൻ്റെ വേദന അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം മനുഷ്യൻ ചെയ്ത പ്രവൃത്തികൾ അവനെ തന്നെ വേട്ടയാടുകയാണ്. പാപം നിന്നെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. അപ്പം അതുകൊണ്ട് ഓരോ വ്യക്തിയും ചിന്തിച്ചോണം എന്താണ് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വചനത്തിന് അനുസൃതമായിട്ട് തന്നെ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം ബുദ്ധിയിൽ പോരായ്മയുള്ള ഒരു കുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കാൻ പറ്റത്തില്ല, മറ്റേതെങ്കിലും രോഗങ്ങളുള്ള ഒരു കുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കാൻ പറ്റത്തില്ല. അതോടുകൂടി ആ തലമുറ ഉടച്ച് നിന്നുപോയി, അടുത്ത തലമുറ ഇല്ല. ഇങ്ങനെ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാച് തന്ത്രം ഒരുക്കാൻ ഒരു അവസരം കൊടുത്തു. എങ്ങനെയാ അത്? കാരണം അതുപോലത്തെ ഏതോ ഒരു തലമുറയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയിലോ അതുപോലെ തിന്മകൾ ചെയ്തതിൻ്റെ പരിണിത ഫലങ്ങൾ. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്, ഒരു കുടുംബത്തിൽ ജനിക്കുന്ന മിക്കവാറും കുട്ടികളൊക്കെ തന്നെ ബുദ്ധിമാന്ദ്യം കുറവുള്ളവരും ബുദ്ധിക്ക് കുറവുള്ളവരും മറ്റു ചില അംഗവൈകല്യമുള്ള കുട്ടികളാണ്. പിന്നാണ് അതിൻ്റെ കാരണം തേടിപ്പോയപ്പോഴാണ് പിടികിട്ടിയത് ആ കുടുംബത്തിലെ കാരണവർ ചെയ്ത ഒരു തിന്മയാണ്. ആ വ്യക്തി തൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ബുദ്ധിക്കുറവുള്ള ഒരു കുട്ടിയെ കൊണ്ട് മദ്യം മേടിപ്പിക്കാനും മറ്റ് സാധനങ്ങൾ മേടിപ്പിക്കാനും പോഷനാണെന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ വെച്ച് ഇങ്ങനെ മുതലെടുക്കുമായിരുന്നു. ആ കൊച്ചിനെ ഉപയോഗിച്ച് തൻ്റെ ഇഷ്ടനിർവഹണം നടത്തുമായിരുന്നു. അവരെ മാതാപിതാക്കൾ പാവപ്പെട്ടവരായതുകൊണ്ട് അതിനെ എതിർക്കാൻ പോവില്ല. ചില്ലറ കാശ കൊടുത്തു വിടും. 500 രൂപ കൊടുക്കേണ്ടടുത്ത് 100 രൂപ കൊടുക്കത്തുള്ളൂ.
അങ്ങനെയൊക്കെ മുതലെടുത്തുകൊണ്ടിരുന്നു. എന്ത് പറ്റി? സ്വന്തം കുടുംബത്തിലേക്ക്, മക്കളുടെ ഇടയിലേക്ക് ഇതുപോലുള്ള കുട്ടികൾ പിറക്കാൻ തുടങ്ങി. ആ അപ്പൻ അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ ബന്ധനം ഇനിയെങ്കിലും ഇല്ലാതാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തലമുറകളുടെ പാപം നമ്മളെ ബാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ചർച്ചയേക്കാൾ ഉപരി ഈ എഴുതി വച്ചിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംഭവിക്കുന്ന, അതുകൊണ്ട് ഒരു തിരിച്ചുവരവ് ഇന്ന് ആവശ്യമാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ. കർത്താവിന് നമ്മുടെ ന്യായീകരണങ്ങളല്ല ആവശ്യം, നമ്മുടെ അനുതാപവും നമ്മുടെ തിരിച്ചുവരവുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപ നമ്മുടെ മേലെല്ലാം ചൊരിയപ്പെടട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും എല്ലാം നമ്മുടെ മേലേക്ക് എപ്പോഴും ഒഴുക്കുന്നതിനായിട്ട് നമുക്ക് നന്ദി പറയാം. നമ്മളിന്ന് പ്രധാനമായിട്ട് ഇന്നലത്തെ ബാക്കിയായിട്ട് തുടർച്ചയായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, വൈകല്യങ്ങൾ, മനുഷ്യൻ്റെ വൈകല്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയാണോ എന്നുള്ളതിനെ കുറിച്ചുകൂടി ഒന്ന് ചിന്തിക്കുകയാണ്. എൻ്റെ കാരണം, മനുഷ്യ ജീവിതത്തിൽ വന്നിരിക്കുന്ന നിരവധിയായ കാര്യങ്ങൾ മുൻകാലങ്ങളിലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്ലാസ്സിൽ ഞാനിങ്ങനെ ഒരു സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവം അറിയുന്നുണ്ട്, പക്ഷെ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതല്ല. നല്ലത് മാത്രമാണ്, ശരിയായിട്ടുള്ളത് മാത്രമാണ് ദൈവ പദ്ധതിയിൽപ്പെട്ടത്. മനുഷ്യൻ ചെയ്യുന്ന പാപം, മനുഷ്യൻ്റെ തകർച്ചകൾ, മനുഷ്യൻ്റെ ദുരിതങ്ങൾ, ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതല്ല. അതുകൊണ്ടാണ് ഒരു രോഗം തന്നിട്ട്, ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്, രോഗം തന്നിട്ട് നമ്മളെ സുഖപ്പെടുത്തുക, ദുരിതം തന്നിട്ട് നമ്മളെ രക്ഷിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഹിതം. ഇതെല്ലാം കടന്നു വരുന്നത് പാപത്തിൻ്റെ പരിണിത ഫലവും പൈശാചിക ശക്തിയുടെ ഫലമായിട്ടുമാണ്. അപ്പോൾ അതിനെ അംഗീകരിക്കാൻ പറ്റാതിരിക്കുന്നതാണ് പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു വലിയ പ്രശ്നം. കാരണം അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം 99% ലോകത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കുകയും 1% ദൈവത്തിൻ്റെ സ്വരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം. ഇനി 50% പോയിട്ടും കാര്യമില്ല. കാരണം ബൈബിൾ പറയുന്നു, ഏശയ്യാ പ്രവചന പുസ്തകം 55:6 മുതൽ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. പലരെ ഒരു ധാരണ പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെന്നാണ്. പ്രാർത്ഥിക്കുമ്പോഴല്ല കർത്താവ് വരുന്നത്. കർത്താവ് 24 hours നമ്മുടെ കൂടെ ഉണ്ട്. കാരണം വേർപിരിയാൻ പറ്റാത്തൊരു ബന്ധം നമ്മളുമായിട്ട് ദൈവത്തിനുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു അംശമായതുകൊണ്ടുള്ള ബന്ധമാണ്. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ കൂടെ 24 hours ഉണ്ടോ എന്നുള്ളത് പ്രശ്നമാണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, ഉറങ്ങുന്ന സമയത്ത് കർത്താവുണ്ടോ? സങ്കീർത്തനം പറയുന്നുണ്ട്, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും അവർക്ക് ആവശ്യമുള്ളത് നൽകുമെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഉറക്കത്തിൻ്റെ നിമിഷങ്ങളിലും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതി ഉപേക്ഷിക്കട്ടെ, അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിലേക്ക് തിരിയട്ടെ. ദൈവം കാരുണ്യവാനാണെന്നുള്ള അറിവല്ല, അതിലത്തെ ഒരു ദൈവീക തിരിയൽ. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അടുത്ത വാക്ക് പറയുന്നതാണ്, അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. അടുത്ത വാക്കാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. അപ്പോൾ നമ്മുടെ വഴി ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ വഴി നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കപ്പെടുമ്പോഴാണ് നമുക്ക് ശാശ്വതമായ സന്തോഷവും സമാധാനം ലഭിക്കുക. അപ്പം അതുകൊണ്ട് വൈകല്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ, ഇന്നലെ പറഞ്ഞ ചില രോഗപീഠകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പലരും ഒരു വൈകാരിക അനുഭവത്തിൽ പറഞ്ഞേക്കാം. വചനം അത് പറയുന്നില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1 മുതലുള്ള 1-ാം അധ്യായം 13 തിരുവചനം, ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്, മാരക വിഷം അവയിലില്ല. പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല, നീതി അനശ്വരമാണ്. ഇവിടെ വാക്കെടുത്ത് പറയുന്നുണ്ട്, സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്. അതിൻ്റെ കാരണം ദൈവം പരിപൂർണനും പൂർണ്ണ ആരോഗ്യവാനുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയിൽ പോലും ഒരു പോരായ്മയില്ല, അംഗവൈകല്യങ്ങളില്ല, രോഗങ്ങളില്ല,
അല്ലെങ്കിൽ ബുദ്ധിയുടെ കുറവുകളില്ല, ഒന്നും തന്നെയില്ല. ചിലരൊക്കെ ഇമോഷണലായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവ് ഒരു അംഗവൈകല്യമുള്ള, ബുദ്ധി കുറവുള്ള, ഒരു പോരായ്മയുള്ള കുഞ്ഞിനെ ആർക്ക് കൊടുക്കുമെന്ന് ഇങ്ങനെ സ്വർഗത്തിരുന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പം ഇന്ന ആളുടെ കയ്യിൽ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ, നിങ്ങളും കേട്ട് കാണുന്നതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കി സൂചിപ്പിച്ചിട്ടുണ്ട്, കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നോക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് അവർക്ക് കൊടുത്തു. ഒരു കാര്യം ഞാൻ തീർത്തു പറയട്ടെ, അംഗവൈകല്യമോ ബുദ്ധിയിൽ കുറവുള്ളതോ അല്ലെങ്കിൽ സ്വാഭാവിക മനുഷ്യൻ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ കഴിവില്ലാത്തതോ ആയ കുട്ടികളോ വലിയവരോ ആയിക്കൊള്ളട്ടെ, അവരോട് ദൈവത്തിന് സ്നേഹമാണ്, അതിൽ യാതൊരു കുറവും കർത്താവിനില്ല. പക്ഷെ അവരുടെ മേലേക്ക് ദൈവീക അനുഗ്രഹങ്ങളുടെ പൂർണ്ണത കടന്നു വരുവാനുള്ള തടസ്സം കിടപ്പുണ്ട്. ഇന്നലെ പറഞ്ഞ കണക്ക് ഒരു വൈകല്യമോ അല്ലെങ്കിൽ ബുദ്ധിയിലുള്ള പോരായ്മകളോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള ഒരു വ്യക്തി വൈകല്യമുള്ള കുറച്ച് പേർക്കൊക്കെ പറ്റും. ചില മേഖലകളിൽ നോർമലായിട്ട് സാധാരണക്കാരെ പോലെ കാര്യങ്ങൾ ചിന്തിക്കാനോ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുവാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരാളെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സന്യാസത്തിൽ പോലും ഒരു വൈദികനോ സന്യാസിയോ ഒക്കെ ആകുമ്പോൾ ഏതെങ്കിലും രോഗമോ വൈകല്യമോ എടുക്കാത്തതിൻ്റെ ഒരു കാരണം, ഒരു പരിപൂർണതയുള്ള ഒരു വ്യക്തി വേണം എന്ന് ദൈവത്തിന് കൊടുക്കും വേണം എന്ന് അവരാഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം അതിലൊക്കെ ചില മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാരണം എന്താണ്? സ്വാഭാവിക നിലയിൽ ഈ അപൂർണത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറയാൻ പറ്റും. അതിനേക്കാൾ ഉപരി ദൈവം ശിക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുള്ളിൽ കിടക്കുന്ന പല പ്രശ്നങ്ങളും ദുരിതങ്ങളും പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും അത് പ്രതിഫലിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതാണ് സംഭവിച്ചത്. കാരണം ദൈവം പൂർണ്ണമായിട്ട് നല്ല ആരോഗ്യത്തോടെയും കൃപയോടെയും തിരഞ്ഞെടുത്ത, ദൈവത്തിൻ്റെ പദ്ധതിയിൽ അനാദിയിലെ തിരഞ്ഞെടുത്ത ഒരു കുഞ്ഞിനെ, ഒരു മനുഷ്യ വ്യക്തിയെ ഈ ഭൂമിയിലേക്ക് അപ്പനിലൂടെ അമ്മയിലൂടെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ അപ്പനും അമ്മയും ഒരു വിശുദ്ധ ഒരുക്കം ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കണം. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ, കാരണം ഈ 6 മാസമെങ്കിലും കുറഞ്ഞത് പ്രാർത്ഥനയിലും വിശുദ്ധിയിലുമൊക്കെ ആയിരുന്നു കൊണ്ട് ഒരു വിശുദ്ധ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിൽ വലിയൊരു കൃപ ഒഴുകി വരുന്ന കാണാൻ പറ്റും. ഇത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിന് പ്രശ്നം ഉണ്ടാകുമ്പം ഉള്ള നൊവേന സെൻറ്ററിലേക്ക് ഓട്ടം, ധ്യാനകേന്ദ്രത്തിലേക്ക് ഓട്ടം. ഇപ്പം ഇന്നെല്ലാം അടച്ചിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ അവസ്ഥയിൽ എന്ത് ചെയ്യുമെന്നുള്ളതും കൂടെ കർത്താവിന് അറിയണം പലപ്പോഴും. കാരണം ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്ന സംവിധാനങ്ങളെല്ലാം നമ്മൾ മിസ്യൂസ് ചെയ്തതായിട്ട് പലപ്പോഴും കാണാൻ പറ്റും. അപ്പം ഈ അവസ്ഥയിലും നമുക്കൊരു ആത്മീയത ഉണ്ട്, വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് മറ്റ് രീതിയിൽ പല രീതിയിലും വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും പങ്കെടുക്കാനൊക്കെ ഉള്ള ചില മേഖലകളുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഒരു തകർച്ച വന്നിട്ട് വീണ്ടും ഓടുന്ന ആ ഓട്ടത്തിൽ ഒരിക്കലും കർത്താവ് എന്താണ് പറയുക, കർത്താവ് അതിൽ സംതൃപ്തനല്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പം ദൈവം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നിട്ട് ആ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള എനിക്ക് വന്ന പോരായ്മയാണെന്ന് മനസ്സിലാക്കി അങ്ങ് എങ്ങനെയുള്ളൊരു കുഞ്ഞിനെയാണോ തിരഞ്ഞു അതുപോലെ പരിശുദ്ധിയുള്ള ഒരെണ്ണത്തെ എനിക്ക് ഈ കുഞ്ഞിലൂടെ തരണമെന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ലെവലുകൾ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പ്രിയമുള്ളവർ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നത് കാണാൻ പറ്റും. അത് വലിയ കൃപയാണ്. അപ്പം അടുത്ത ദിവസങ്ങൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ യേശുവിൻ്റെ 2ാം വരവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കേണ്ടതിനെക്കുറിച്ചുള്ളൊരു സന്ദേശം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം തന്നെ അയക്കുകയാണ്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾക്ക് ചിലർക്ക് കിട്ടി കാണുമായിരിക്കാം, എങ്കിലും നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കണം. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരുമായ ഒരു ജനത ലോകത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ ഒരുക്കം ലോകത്തിൽ സംഭവിക്കണം. അപ്പോൾ അത് നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട്, സഭയിലായിരുന്നു കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി ഒരുക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതുവഴി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ ലിങ്ക് കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. മദർ മേരി വിഷൻസിൻ്റെ ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. മറ്റൊന്ന്,
ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വാട്സപ്പിലെ സ്റ്റാറ്റസിലും വാട്സപ്പിൻ്റെ മറ്റ് പ്രൊഫൈൽ പിക്ചറുമൊക്കെ നിങ്ങൾ നോക്കുക. ഒരു മനുഷ്യനെ ശരിയായ യേശു വിശ്വാസിയാണെന്ന്, യേശുവിനെ ഏകരക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കുമെന്ന് അറിയണമെങ്കിൽ അവരുടെ പ്രൊഫൈൽ പിക്ചർ നോക്കിയാൽ മതി. കാരണം അന്ധവിശ്വാസത്തിൻ്റെ മേഖല ഇന്നും നാളെയൊക്കെ കേരളത്തിൽ കൂടുതൽ ക്രിസ്ത്യാനികളെ വ്യാപിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് നമ്മളിത് പരിശോധിക്കുക. സാധാരണ എങ്ങനെയാണോ ഒരു ദിവസം പോകുന്നത് അതുപോലെ പോയാൽ മതി നാളെയൊക്കെ. അല്ലാതെ നമുക്ക് ഓണാഘോഷമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും സംശയമുണ്ടോ ചോദിച്ചോ, അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നോളാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് നമ്മുടെ രക്ഷകൻ യേശുവാണ്, യേശു മാത്രമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ യേശുവിൽ വിശ്വസിച്ചും കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെയാണ് നമുക്ക് രക്ഷയും അനുഗ്രഹവും എല്ലാം ഉള്ളത്. കർത്താവ് നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നലെ മനുഷ്യൻ്റെ വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചത്. അതിന് തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ നമ്മളൊന്ന് കടന്നു വരികയാണ്. ബൈബിളിൽ നമ്മൾ വായിച്ച വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള തിരുവചനം. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്, മാരകവിഷം അവയിലില്ല. പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല. നീതി അനശ്വരമാണ്. അപ്പം കർത്താവിൻ്റെ ആരോഗ്യം നമുക്ക് തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. ആ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തിയത് നമ്മൾ കണ്ടെത്തി. ഏതെങ്കിലും രീതിയിലുള്ള പാപത്തിൻ്റെയോ ദുരിതത്തിൻ്റെയോ ശാപത്തിൻ്റെയോ തകർച്ചകൾ നമ്മൾ കടന്നു വന്ന കൈവഴികളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട്, സ്വാധീനം കൊണ്ട് നമ്മുടെ മേലുള്ള ആരോഗ്യം, അനുഗ്രഹം, കൃപകൾ അങ്ങനെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശോ മനുഷ്യരൂപം തന്നെ ധരിച്ചു വന്നതിൻ്റെ ഒരു മേഖല അതാണ്. മനുഷ്യനായി തന്നെ കടന്നു വന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം പല സ്ഥലങ്ങളിലും കുട്ടികൾ അല്ലെങ്കിൽ പ്രായമാകും മുമ്പേ തന്നെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ഇതിനെക്കുറിച്ച് വചനം പറയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള തിരുവചനം നമ്മൾ വായിച്ചു വന്നപ്പോൾ അതിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവിടെ പറയുന്ന വാക്ക് ഞാൻ വായിക്കാം. വളർച്ചയെത്തും മുൻപേ, നേരത്തെ നമ്മൾ വായിച്ചത് കഴിഞ്ഞുള്ള ഭാഗം പറയുകയാണ്. വളർച്ചയെത്തും മുമ്പേ ശാഖകൾ ഒടിഞ്ഞു പോകും. എന്നുവെച്ചാൽ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഒരു പക്വത അല്ലെങ്കിൽ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ തകർച്ചകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എന്നറിയാം, നമുക്ക് പലപ്പോഴും മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് ഒരുപാട് ചെറുപ്പക്കാർ സ്വാഭാവിക ലെവൽ വിട്ട് ഒരു 18, 20, 25 വയസ്സിനുള്ളിൽ തന്നെ അവരുടെ നോർമലായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ്. അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം. അടുത്ത് പറയുന്നു, കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യമല്ല, ഒന്നിനും ഉപയുക്തവുമല്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്. നമുക്കറിയാം, ഒരു വൃക്ഷത്തിൻ്റെ കനി പാകമാവുക എന്ന് പറയുന്നത് അത് വിളഞ്ഞ് പഴുത്തു വരുന്ന ഒരു അവസ്ഥയിലേക്കാണ്. പാകമാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വലിപ്പമൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കാം. പക്ഷെ ആ വലിപ്പം പൂർണ്ണത എത്തിക്കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നത് മൂക്കുകയാണ്. ഇതുപോലെ ഒരു ആത്മീയ ധൈര്യം, ആത്മീയ ശക്തി മനുഷ്യൻ സംഭരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭരിക്കൽ മനുഷ്യനില്ല ഇന്ന് ലോകത്തിൽ, പല കുട്ടികൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കില്ല. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചു വരുന്ന വചനം നിയമാവർത്തനം 28:32 നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, പക്ഷെ അന്യജനതകൾക്ക് വിൽക്കപ്പെടും. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, വിദ്യാഭ്യാസമുണ്ട്, പലർക്കും കഴിവുണ്ട്, എല്ലാത്തിനും മുൻപന്തിയിലാണ്. പക്ഷേ ഒരു പാകമെത്താത്തത് കൊണ്ട് ഒരു കാര്യത്തിനും ഉപയോഗപ്രദമല്ലാത്ത രീതിയിലായിത്തീരുന്നു. അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങൾ. മുൻകാലങ്ങളിലൊക്കെ ഇച്ചിരി പ്രായമുള്ളവർക്കായിരുന്നു അറ്റാക്ക് വരുന്നതെങ്കിൽ ഇന്ന് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും അത് വർദ്ധിച്ചു വരാനായിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ ഒരു ആത്മീയ പക്വത, വചനവുമായിട്ടുള്ളൊരു ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം ഓരോ കുട്ടിക്കും ഉണ്ടാകേണ്ടതാണ്.
യേശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 59-21 അധ്യായം 21 തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണിത് അരുളി ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു അവസ്ഥയിലേക്ക് അവർ കടന്നു വരേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു ബന്ധുവീട്ടിൽ ചെന്നപ്പോൾ എനിക്കറിയാം, ഒരു ബന്ധുവീട്ടിൽ ചെന്നപ്പോൾ കണ്ടൊരു കാര്യമാണ്. അവിടുത്തെ കുട്ടികളെല്ലാം ടി വിയിലുള്ള ഒരുപാട് പരിപാടികൾ കാണുന്നവരാണ്. ആ പരിപാടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് അവരെ രക്ഷിക്കുവാനായിട്ട് വരുന്നു, കുട്ടികൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ രക്ഷിക്കാൻ വരുന്നതും മറ്റ് രീതിയും വരുന്നത് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള മറ്റ് വിശ്വാസങ്ങളിൽ ഉള്ള ചില ദേവന്മാരും ദേവികളും പൈശാചിക ശക്തികളിൽ രൂപമെടുത്തും കൊണ്ടുള്ള പലതുമാണ്. അപ്പം വീട്ടുകാർ പറഞ്ഞത് ഇത് കുറച്ച് നാളായതേ ഉള്ളൂ, തുടങ്ങിയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയതാണ്. പക്ഷെ ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ഈ കുട്ടി സ്ഥിരം പറയുന്നതാണ്, ഞാൻ അതിൽ കാണുന്ന വില്ലനെ പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ പറയും, ആ വ്യക്തി എന്നെ രക്ഷിക്കും. ഇനി എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളുകൾക്ക് മുമ്പ് സംഭവിച്ചതാണ് ഇത്. അന്ന് സംഭവിച്ചിട്ട് മാതാപിതാക്കൾ അതൊന്നും വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ രാത്രി കിടന്ന് പേടിക്കും. ഇത് ഇവരുടെ ഉപബോധ മനസ്സിന് പുറത്തേക്ക് വരും. അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടു ചെല്ലും. അച്ഛന്മാർ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. വെള്ളം ഹന്നാൻ വെള്ളം കുടയും, തിരിച്ചുവിടും. അപ്പോൾ പ്രായത്തിൻ്റെ ആണെന്ന് പറയും. ഒരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരെല്ലാം കഴിയുകയാണ്. അപ്പം നമുക്കിതറിയാൻ, കൃത്യമായിട്ട് അറിയാൻ പറ്റും, ഇതിനകത്ത് ഈ ഒരു ബന്ധനം വഴി കടന്നു വന്നതാണ്. അതുകൊണ്ടാണ് ജന്മം മുതൽ ഇന്ന് വരെ കിടക്കുന്ന ഈ മേഖലകളെക്കുറിച്ച് ഇനി അടുത്ത വാക്ക് പറയുകയാണ്, അവിഹിതമായ വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവിഹിത വീഴ്ച എന്ന് പറയുന്നത് വ്യഭിചാരം എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവഹിതകരമല്ലാത്ത ഒരു വീഴ്ചയിൽ റെസ്ലിംഗ് കണ്ടതിൻ്റെ പേരിൽ വർഷങ്ങളോളം മക്കളില്ലാതിരുന്ന യുവദമ്പതികളെ എനിക്കറിയാം. റെസ്ലിംഗ് കണ്ടതിൻ്റെ പേരിൽ അതൊരു പൈശാചിക ആരാധനയാണ്. അതിലൂടെ ഒരുപാട് സാത്താൻ ആരാധനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ മല്ലയുദ്ധം അല്ലെങ്കിൽ റെസ്ലിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു അവസ്ഥ പല കുടുംബങ്ങളിലുമുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ടി വിയിലൂടെ വരുമ്പോഴും കമ്പ്യൂട്ടറിലൂടെ ആണെങ്കിലും മറ്റേ ഇതിൽ മൊബൈലിലൂടെയൊക്കെ ആണെങ്കിലും ഇതിലൂടെ ഒരു അരൂപിയുടെ സ്പ്രെഡ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഈ തിന്മയുടെ അരൂപിയുടെ ഈ ഒരു സ്വാധീനം വഴി അതിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ അടിമകളായി മാറുകയാണ്, അടിമകളായി മാറ്റപ്പെടുകയാണ്. പിന്നെ അനുസരണമില്ല, ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു പരിധി വിട്ട് കഴിയുമ്പോഴത്തേക്ക് പിടിവിട്ടു പോകുന്ന ഒരവസ്ഥ. മറ്റൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള ബന്ധനത്തിലായിരിക്കുന്ന ചില കുടുംബങ്ങളിൽ കാണുന്ന തലമുറകളിലേക്ക് പലപ്പോഴും ആ ഒരു തലമുറ ഉണ്ടാകാതിരിക്കാൻ തക്ക വിധം കല്യാണത്തിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ കുടുംബത്തിലെ ആ കല്യാണം കഴിക്കേണ്ട ഒരു ആൺകുട്ടികളാണ് കൂടുതലും മരിച്ചു പോകുന്നു. പെൺകുട്ടികൾ മരിക്കുന്നുണ്ട്. എന്താ എൻ്റെ ഒരു കാരണം? ഇതാണ് എൻ്റെ കാരണം. അപ്പം ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ വ്യക്തിയിലൂടെ കടന്നു വരേണ്ട തലമുറയെ ബ്ലോക്ക് ചെയ്യിക്കുകയാണ്, തടസ്സപ്പെടുത്തുകയാണ്. അപ്പം ഇതെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ബൈബിൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:23, നിരപരാധർക്കുള്ള സമ്മാനം വിലവെച്ചില്ല, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യം നിർമ്മിച്ചു, പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ക്രിസ്ത്യാനിക്ക് മരണമില്ല, ക്രിസ്ത്യാനിക്ക് വേർപെടിയിലാണുള്ളത്. ഇവിടുന്ന് ഒരു വേർപെട്ട് മറ്റൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുകയാണ്. അപ്പം ഈ മരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആത്മാവ് അവിടുന്ന് വേർപെട്ട് പോകുന്നു. പക്ഷേ ഒരു മനുഷ്യൻ വിശുദ്ധിയിലല്ല എങ്കിൽ അവൻ തീർച്ചയായിട്ടും നരകത്തിലേക്ക് തന്നെയാണ് പോവുക. അതിന് യാതൊരു മാറ്റവുമില്ല.
ആശ്വസിപ്പിക്കാൻ ആരെന്തൊക്കെ പറഞ്ഞാലും സ്വർഗത്തെയും നരകത്തെയും ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന മേഖലകളെയും നമുക്ക് മാറ്റിവെക്കാനോ ലഘൂകരിക്കാനോ സാധിക്കുന്ന ഒന്നല്ല. വിഷമം ഉണ്ടാകാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാപട്യം വിളിച്ചു പറയുന്നതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനം സ്റ്റോപ്പാക്കപ്പെടുകയുമില്ല. ഇത് കൃത്യമായ ദർശനങ്ങളിലൂടെയും കൃത്യമായ വ്യക്തമായി, അതിന് ദർശനങ്ങളെക്കാളൊക്കെ ഉപരി നമുക്കറിയാൻ പറ്റും, വിശുദ്ധ ഗ്രന്ഥത്തിൽ പച്ചയ്ക്ക് എഴുതി വെച്ചപ്പെട്ട സത്യങ്ങളാണത്. അതിൽ നിന്നാണ് ദർശനങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേഖലയെ നമുക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. അങ്ങനെയുള്ള നഷ്ടപ്പെടലുകളെ ഓർത്ത് നമുക്ക് കർത്താവിൻ്റെ